ജനകീയം 2020 പരിപാടി ഇന്ന് രണ്ടാം ദിവസമാണ്. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഗുരുവായൂർ നഗരസഭയാണ്. ക്ഷേത്രനഗരി എന്ന നിലയിൽ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഗുരുവായൂർ നഗരസഭ. മൊത്തം 43 വാർഡുകളാണ് ഗുരുവായൂർ നഗരസഭയിലുള്ളത്. കഴിഞ്ഞ തവണ ശ്രദ്ധേയമായ ഒരു ഭരണം ഉണ്ടാവുകയും ശ്രദ്ധേയമായ ഒരു റിസൾട്ട് വന്നതിന് ശേഷം പലവിധ പ്രശ്നങ്ങളിലൂടെയും പലവിധ നീക്കുപോക്കുകളിലൂടെയും അവസാനം തുല്യാവസ്ഥയിൽ വരികയും ഒടുവിൽ LDF ഭരണം പിടിച്ചെടുക്കുകയും ചെയ്ത ഒരു നഗരസഭയാണ് ഗുരുവായൂർ നഗരസഭ. കഴിഞ്ഞ തവണ LDFന് 21 സീറ്റും UDFന് 20 സീറ്റും BJPക്ക് ഒരു സീറ്റുമാണ് ലഭിച്ചിരുന്നത്. ഇതിൽ കോൺഗ്രസ് റിബലായി മത്സരിച്ച ശാന്തകുമാരി ടീച്ചറുടെ പിന്തുണയോടെ LDF ഭരണം കൈയാളുകയാണ് ഉണ്ടായത്. ഭരണം പങ്കിടലും മാറി മാറി വരുന്ന സ്ഥാനമാറ്റങ്ങളും മൂലം ശ്രദ്ധ നേടിയ ഒരു നഗരസഭ കൂടിയായിരുന്നു ഗുരുവായൂർ നഗരസഭ. ഇന്നിവിടെ പങ്കെടുക്കുന്നത് ഗുരുവായൂർ നഗരസഭയുടെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന ശ്രീ KP വിനോദാണ്. LDFിന്റെ ഭാഗത്തു നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. UDFിന്റെ ഭാഗത്തു നിന്നും പങ്കെടുക്കുന്നത് ശ്രീ ആൻഡു ആണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. BJPയുടെ ശോഭ ഹരിനാരായണൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്താമെന്ന് എഴുതിയിട്ടുണ്ട്. ഉടനെ എത്തുമെന്നാണ് കരുതുന്നത്. ചർച്ചകൾ ആരംഭിക്കുകയാണ്. ആദ്യം സംസാരിക്കുന്നതിനായി വൈസ് ചെയർമാനായിരുന്ന ശ്രീ KP വിനോദിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഗുരുവായൂർ നഗരസഭയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. അത് ഒരു തീർത്ഥാടന നഗരി കൂടിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗുരുവായൂർ നഗരസഭയിൽ നടന്നത്. ചെറുതും വലുതുമായ നിരവധി വികസന പ്രവർത്തനങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയത്. അത് മുഴുവനും വിസ്തരിച്ച് പറയാൻ വയ്യ. അതിനുള്ള സമയ പരിമിതി ഇവിടെയുണ്ട്. 10 മിനിറ്റാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള സമയം. 10 മിനിറ്റിനുള്ളിൽ നഗരസഭ നടപ്പിലാക്കിയ വേറിട്ടതും അതുപോലെ തന്നെ പ്രത്യേകത നിറഞ്ഞതുമായ ചില പദ്ധതികളെ മാത്രം സൂചിപ്പിച്ച് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഏതൊരു നഗരത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിൽ ഒന്ന് മാലിന്യ സംസ്കരണം. ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശവാസികളുടെ മാത്രമല്ല, ഗുരുവായൂരിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകരുടെ മാലിന്യ പ്രശ്നം കൂടി പരിഹരിക്കപ്പെടേണ്ടതായിട്ട് ഉണ്ട്. കുറേ വർഷങ്ങളായി ഒരു പ്രദേശത്ത് മാത്രം ഡംപ് ചെയ്തിരുന്ന മാലിന്യ പ്രശ്നം, അത് ആ പ്രദേശത്തിനകത്ത് മാലിന്യ മലയായി രൂപാന്തരപ്പെടുകയും അത് നിരവധി പ്രതിസന്ധികൾ ഉണ്ടാവുകയും നിരവധി സമരങ്ങളും ഉൾപ്പെടെ അവിടെ ഉണ്ടാവുകയുണ്ടായി. പക്ഷേ വളരെ ക്രമാനുഗതമായ ഇടപെടലിൻ്റെ ഭാഗമായി നിരവധി മാലിന്യ സംസ്കരണ പദ്ധതികളെ കോർത്തിണക്കിക്കൊണ്ട് അത് ആ പ്രശ്നത്തെ പരിഹരിക്കാനായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് 10,500 അടി വിസ്തീർണമുള്ള മാലിന്യ പ്ലാന്റ്, സംസ്കരണ പ്ലാന്റ് തന്നെ സ്ഥാപിച്ചു. ഒരു പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി മാലിന്യങ്ങളെ കൊണ്ടുവരുന്ന വിവിധ ഉറവിടത്തിൽ നിന്ന് തന്നെ സെഗ്രിഗേറ്റ് ചെയ്ത് വേർതിരിച്ചു കൊണ്ടുവരുന്ന മാലിന്യങ്ങളെ അതും ഒരു പ്രത്യേക സൈസ് അടച്ചിട്ട വണ്ടിയിൽ കൊണ്ടുവന്ന്
മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കൊണ്ടുവന്ന് അത് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ ചകിരിച്ചോറും ഇനോക്കുലവും മിശ്രിതം ചേർത്ത് ഉപയോഗപ്പെടുത്തി അത് വളമാക്കി മാറ്റുന്ന സംവിധാനം നമ്മൾ നടപ്പിലാക്കുകയുണ്ടായി. ഇതിലൂടെ 2 ലക്ഷം കിലോ വളം ജനകീയാസൂത്രണ പദ്ധതിയിലൂടെ കർഷകർക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ്. നമ്മുടെ ബഡ്ജറ്റിനകത്ത് മാലിന്യം ആസ്തിയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരു ബഡ്ജറ്റാണ് നഗരസഭയിൽ അവതരിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഈ സാധാരണഗതിയിൽ നമ്മളെപ്പോഴും പറയും ചെലവേറിയതാണ് മാലിന്യ സംസ്കരണം, അതുപോലെ പ്രയാസകരമാണ് മാലിന്യ സംസ്കരണം. ചെലവേറിയതും പ്രയാസകരവുമായ മാലിന്യ സംസ്കരണത്തെ അത് ആസ്തിയാക്കി മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയാണ്. മാത്രമല്ല, കേരളത്തിലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാക്കി ഇപ്പോൾ കേരളത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിലേക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞു. മാലിന്യ സംസ്കരണ സംവിധാനത്തിനെ കാർഷിക മേഖലയുമായിട്ട് കോർത്തിണക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് വിപുലമായ നഴ്സറി, വിത്തുൽപാദന കേന്ദ്രം, ഈ വിത്തുൽപാദന കേന്ദ്രത്തിലൊക്കെ തന്നെ ഒരു തവണ 1 ലക്ഷം തൈ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാവുന്ന വിത്തുൽപാദന കേന്ദ്രമാക്കിയത് മാറ്റി. പഴയകാലത്ത് ഗുരുവായൂരിൽ നിന്ന് അല്ല കുന്നംകുളത്ത് നിന്നോ ഗുരുവായൂരിലേക്കൊക്കെ പോകുമ്പോൾ ആ പ്രദേശത്തേക്ക് എത്തുമ്പോൾ മൂക്ക് പൊത്തേണ്ടതായിട്ട് ആ പ്രദേശത്താണ് ജൈവ പാർക്കാക്കി മാറ്റി എന്ന് മാത്രമല്ല നിരവധി ആളുകൾ ഇപ്പോൾ അവിടെ എത്തിച്ചേരുന്നു. ചെടി വാങ്ങുന്നതിനും മറ്റുമൊക്കെ എത്തിച്ചേരുന്ന ഒരു വിപണന കേന്ദ്രമാക്കി മാറ്റി. അവിടെയാണ് ഒരു പാർക്ക് വരുന്നത്. നോക്കൂ, വിശ്രമിക്കുവാനുള്ള പാർക്ക് ഒരു ട്രെഞ്ചിങ് ഗ്രൗണ്ട് നിലനിന്നിരുന്ന ഒരു പ്രദേശത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു പാർക്ക് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നു. കാരണം അത്രയേറെ പ്രത്യേകതകളാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാലിന്യ സംസ്കരണ രംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പദ്ധതിയായി ഗുരുവായൂരിൻ്റെ ഇത്തരം മാലിന്യ സംസ്കരണ സംവിധാനം മാറി. പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 42 പേരടങ്ങുന്ന ഹരിതസേന ഉൾപ്പെടെ നിരവധി പദ്ധതികൾ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കൗൺസിലിൻ്റെ ഏറ്റവും തിളക്കമാർന്ന നേട്ടമായിട്ട് മാറുന്നത്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ളമാണ്. കുടിവെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി വിഭവമാണ്. ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അതിൻ്റെ ജല ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ആ ബഡ്ജറ്റിനകത്ത് ആവശ്യകതയും ലഭ്യതയും ചേർത്തുകൊണ്ട് അതിൻ്റെ സംവിധാനം ഉണ്ടാക്കുകയും ഒരുപക്ഷെ നഗരസഭകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ബഡ്ജറ്റ് തന്നെ ജല ബഡ്ജറ്റായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ജല ഓഡിറ്റ് നടന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്ന പദ്ധതികളിലേക്ക് പോയി. യൂഡിസ്മാറ്റിൻ്റെ പദ്ധതി ദീർഘകാലം ഇഴഞ്ഞു നീങ്ങിയിരുന്ന യൂഡിസ്മാറ്റിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുകയും അത് കമ്മീഷൻ ചെയ്യുകയും 130 ലക്ഷം ലിറ്റർ വെള്ളം ഗുരുവായൂർ കരുവന്നൂർ കുടിവെള്ള പദ്ധതിയിൽ ഗുരുവായൂർ നഗരസഭയ്ക്ക് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന് 50 ലക്ഷം ലിറ്റർ വെള്ളം ദേവസ്വത്തിന് നൽകുകയും കൂടി ചെയ്തു. അതോടൊപ്പം തന്നെ 2050 തീർത്ഥാടന നഗരിയായ ഗുരുവായൂരിന് എത്രമാത്രം കുടിവെള്ളം ആവശ്യമുണ്ടോ ആ ആവശ്യകതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അമൃത് കുടിവെള്ള പദ്ധതി രൂപീകരിക്കുകയും 151 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ്. അത് പൂർത്തീകരണ ഘട്ടത്തിലാണ്. സാധാരണഗതിയിൽ നിന്ന് മാറി വളരെ വേഗതയിലാണ് അത് പൂർത്തീകരിക്കുന്നത്. അതിൻ്റെ ശുദ്ധീകരണ പ്ലാന്റ് കോട്ടപ്പടിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പൈപ്പ് ഇടുന്നതുമായി ബന്ധപ്പെട്ട് കുടിവെള്ള പൈപ്പുകൾ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ 95% പണിയും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊതുകുളങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ 10 കോടി രൂപ അമൃതിൽ നിന്ന് ലഭ്യമായത് ഉപയോഗപ്പെടുത്തി ഒരു കുളം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മറ്റു കുളങ്ങളൊക്കെ തന്നെ അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. വാട്ടർ ATM
വാട്ടർ ATM ഒരു പ്രത്യേക സവിശേഷതയുള്ള ഒരു തീർത്ഥാടന നഗരിയെ സംബന്ധിച്ചിടത്തോളം സീസൺ കാലത്തൊക്കെ തന്നെ ഇതിന് കുടിവെള്ളം കൊടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനാവശ്യമായിട്ടുള്ള താൽക്കാലിക സംവിധാനങ്ങളാണ് ഉണ്ടാകാറ്. ഈ കൗൺസിൽ വാട്ടർ ATM RO പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ടുള്ള വാട്ടർ ATM സ്ഥാപിച്ചു. 5 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ 28 ലക്ഷം രൂപ ജനകീയാസൂത്രണത്തിലൂടെ ചെലവഴിച്ചുകൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. RO വാട്ടർ ആകുമ്പോൾ ഏറ്റവും ശുദ്ധീകരിച്ച ജലമാണ്, മാത്രമല്ല തണുത്ത ജലമാണ്. 1 ലിറ്ററിന് 2 രൂപ കോയിൻ ഇട്ടാൽ ലഭ്യമാകുന്നതാണ്. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ കുപ്പിവെള്ളം ചെലവഴിക്കപ്പെടുന്ന തീർത്ഥാടന നഗരിയിൽ വലിയ രീതിയിൽ ഒരു തീർത്ഥാടകർക്കും അതേപോലെ തന്നെ തദ്ദേശവാസികൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് വാട്ടർ ATMയിലൂടെ നടപ്പിലാക്കപ്പെട്ടത്. സാംസ്കാരിക രംഗത്ത് നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നിലനിന്നുകൊണ്ടിരുന്ന പദ്ധതികൾ നിലനിർത്തുക മാത്രമല്ല, ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരകം, അത് പഴയ സ്റ്റേജ് ഉണ്ടായിരുന്ന സ്ഥലം പൊളിച്ചു മാറ്റി ഏറ്റവും ആധുനികമായ രീതിയിൽ ഏറ്റവും പ്രകൃതിദത്തമായ ഒരു സ്റ്റേജ് അവിടെ സ്ഥാപിച്ചു. അവിടെ ടൈലിട്ട് വൃത്തിയാക്കി അതിൻ്റെ സംവിധാനം ഉണ്ടാക്കി. അതുപോലെ തന്നെ അവിടെ കെ കേളപ്പൻ്റെ പേരിലുള്ള കവാടം സ്ഥാപിക്കപ്പെട്ടു. EMS സ്ക്വയർ ഏറ്റവും പ്രകൃതിദത്തവും സുന്ദരവുമായ സ്ഥലത്ത് എല്ലാ സാഹിത്യകാരന്മാരും, മൺമറഞ്ഞുപോയ സാഹിത്യകാരന്മാരുടെ ജീവനുറ്റ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് അവിടെ വന്ന് സംസാരിക്കുന്നവരൊക്കെ, കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ സാഹിത്യകാരന്മാരൊക്കെ അവിടെ വന്ന് സംസാരിക്കുമ്പോൾ ഈ ഇടത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറഞ്ഞതാണ്. ഒരു EMS സ്ക്വയർ എന്ന രീതിയിൽ ഏറ്റവും നല്ല ഒരു കേന്ദ്രം സ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചു. അവിടെ പച്ചമരത്തണൽ എന്ന രീതിയിലും അതുപോലെ തന്നെ നിരവധി കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് സാധിച്ചു. ഗുരുവായൂരിലെ ലൈബ്രറി കുറേയേറെ വായനക്കാർ എത്തുന്നതാണ്. ഗുരുവായൂർ ലൈബ്രറി വിപുലീകരിക്കുകയും അത് റീഡിംഗ് റൂം ഉൾപ്പെടെ വിപുലീകരിക്കുകയും അതിൻ്റെ മുകളിൽ കെ ദാമോദരൻ സ്മാരക ഹാൾ, ശുദ്ധീകരിച്ച ഹാൾ നിർമ്മിക്കുകയുണ്ടായി. പുത്തൂർ ഉണ്ണികൃഷ്ണന്റെ പേരിൽ അതിൻ്റെ താഴത്തെ റീഡിംഗ് റൂമിനെ ഗുരുവായൂരിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ പുത്തൂർ ഉണ്ണികൃഷ്ണന്റെ നാമകരണം ചെയ്തുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കുകയുണ്ടായി. ഗുരുവായൂരിലെ ടൗൺ ഹാളിന് മുകളിൽ ഒരു പുതിയ മിനി ഹാൾ നിർമ്മിച്ചു. ഗുരുവായൂരിൻ്റെ ടൗൺ ഹാള് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ഗുരുവായൂർ ടൗൺ ഹാളിൻ്റെ മുകളിൽ ഒരു മിനിമം സംഖ്യ മാത്രം ഈടാക്കിക്കൊണ്ട് ഒരു മിനി ഹാൾ നിർമ്മിച്ച് പൂർത്തി കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം 2 ഗ്രാമപഞ്ചായത്തുകളെ കൂട്ടിച്ചേർത്ത സ്ഥലമാണ്. സാധാരണഗതിയിൽ ഈ കൂട്ടിച്ചേർക്കലുടെ ഭാഗമായിട്ടൊക്കെ തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ സന്തുലിതാവസ്ഥ ഉണ്ടാകാറില്ല. ഇവിടെ വികസനത്തിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായ രീതിയിൽ നഗരഹൃദയത്തിനോട് പൂർണ്ണമായ രീതിയിൽ ഗ്രാമപ്രദേശങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളത് ഏറ്റവും തിളക്കമാർന്ന നേട്ടമാണ്. ഗുരുവായൂർ നഗരസഭയിലെ മുഴുവൻ റോഡുകളും അത് നന്നാക്കുന്നതിനും അതേപോലെ തന്നെ അത് ടാർ ചെയ്യുന്നതിനും ഒക്കെ സാധിച്ചു. നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ റോഡുകൾ ഇത്തരം ഗ്രാമപ്രദേശങ്ങളിൽ ഉയർന്നു വരുമ്പോൾ ആ സാധ്യതകൾക്കനുസരിച്ച് അത് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചു. 25 കോടി രൂപയാണ് ഇതിനു വേണ്ടി തന്നെ ചെലവഴിക്കപ്പെട്ടത്. പ്രകാശനഗരത്തിലെ നാട്ടിടവഴികളും എല്ലാ പ്രദേശത്തും നമ്മുടെ LED ലൈറ്റുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു. മിക്കവാറും നാൽക്കവലകളിലെ MLAയുടെയും MP യുടെയും ഒക്കെ തന്നെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മിനി മാസ്റ്റ് സംവിധാനങ്ങളും നടപ്പിലാക്കപ്പെട്ടു. തിരുവങ്കടം അടിപ്പാത ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി 7 ലക്ഷത്തോളം രൂപ സെന്റേജ് അടയ്ക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പാർപ്പിട പദ്ധതികളിൽ 1256 വീടുകൾ നൽകാൻ വേണ്ടി സാധിച്ചു. ഏകദേശം 44.6 കോടി രൂപയാണ് അതിന് ചെലവഴിക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ പദ്ധതിക്കകത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് ലൈഫ് മിഷൻ പദ്ധതി, PMAY ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് 1256 വീടുകൾ നൽകാൻ കഴിയും. ഗുരുവായൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമൃത് പദ്ധതി. അമൃത് പദ്ധതിയിൽ ഗുരുവായൂർ 9 നഗരങ്ങളാണ് കേരളത്തിനകത്ത് അമൃത് പദ്ധതിയിലുള്ളത്.
അതിലുൾപ്പെട്ട ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി വിഭവം കൊണ്ട് പ്രകൃതി വിഭവം കൊണ്ട് അത്ര സമ്പന്നമല്ല എങ്കിൽ പോലും അതിൻ്റെ ആസൂത്രണ മികവ് കൊണ്ട് ആ പദ്ധതികൾ ഈ അമൃത് പദ്ധതികളിൽ വെച്ച് ഏറ്റവും മികവുറ്റ പദ്ധതികളാക്കി മാറ്റാൻ, ഏറ്റവും പ്രധാനപ്പെട്ട അമൃത നഗരമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട നേട്ടമാണ്. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഒന്നാമത്തെ സ്ഥാനത്തായിരുന്നു ഗുരുവായൂർ നിന്നിരുന്നത്. അത് ഒരു വലിയ പ്രത്യേകതയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് അമൃത് കുടിവെള്ള പദ്ധതി 151 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള അമൃത് കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുകയാണ്. മൾട്ടി ലെവൽ പാർക്കിംഗ് 6 നിലകളുള്ള വാഹന പാർക്കിംഗ്. ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം പാർക്കിംഗ് വലിയ പ്രയാസമാണ്, ട്രാഫിക് വലിയ പ്രയാസമാണ്. ആ പ്രയാസം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 6 നിലകളിലുള്ള മൾട്ടി ലെവൽ പാർക്കിങ്ങിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. ഏകദേശം 25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ വാഹന പാർക്കിംഗ് സംവിധാനം നടപ്പിലാക്കപ്പെടുന്നത്. 3 പാർക്കുകൾ, അതിൽ നമ്മുടെ തൈക്കാടുള്ള EK നായനാർ സ്മാരക പാർക്ക് തുറന്നു കൊടുത്തു. മറ്റു പാർക്കുകളുടെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ്. 2 സ്റ്റേഡിയങ്ങൾ ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ പൂർത്തീകരിക്കുക. ഗുരുവായൂരിൻ്റെ ഏറ്റവും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു തീർത്ഥാടന നഗരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം എന്ന് സൂചിപ്പിച്ചതുപോലെ, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവിടുത്തെ ഡ്രെയിനേജ് സംവിധാനം. 13 കിലോമീറ്ററാണ് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ 13,85,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ആ ഡ്രെയിനേജ് സംവിധാനം പൂർത്തീകരിച്ചത്. സാധാരണഗതിയിൽ മഴ പെയ്താൽ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ടുണ്ടാവും. ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരിൻ്റെ നടവള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പരിഹരിക്കുന്ന രീതിയിലാണ് ഈ ശാസ്ത്രീയമായിട്ടുള്ള ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള ഈ ഡ്രെയിനേജ് പദ്ധതിയുടെ 95% പൂർത്തീകരിക്കപ്പെട്ടു. 50 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പൊളിഞ്ഞതും കെട്ടിക്കിടക്കുന്നതുമായ നിരവധി കാനകളാണ് ഉണ്ടായിരുന്നത്. മുഴുവൻ പൊളിച്ചു മാറ്റുകയും കൾവട്ടുകളൊക്കെ തന്നെ പൊളിച്ചു മാറ്റി പുതിയത് പണിത് ഒക്കെ തന്നെ പുതിയ രീതിയിൽ തന്നെ ഏറ്റവും ശാസ്ത്രീയമായ രീതി കേരളത്തിലെ നഗരത്തിലെ ഏറ്റവും ശാസ്ത്രീയമായ ഡ്രെയിനേജ് സംവിധാനമായിട്ട് നമ്മുടെ ഈ സംവിധാനം പൂർത്തീകരിക്കപ്പെടുകയാണ്. മാത്രമല്ല, ഔട്ടർ റിംഗ് റോഡ് പൂർണ്ണമായിട്ടും അതിൻ്റെ നടപ്പാത ഒരു പുതിയ തരത്തിലുള്ള ടൈൽ പാകിക്കൊണ്ട് ഒരു നടപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നു. ആ നടപ്പാത ആനക്കോട്ട വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് ആനക്കോട്ട വരെ നീണ്ടു നിൽക്കുന്നതാണ്. അതായത് 6 കിലോമീറ്റർ രണ്ട് സൈഡും എന്ന് പറയുമ്പോൾ ഔട്ടർ റിംഗ് റോഡിൻ്റെ 2 സൈഡും പറയുമ്പോൾ ഏകദേശം 6 കിലോമീറ്ററോളം നിൽക്കുന്ന ഒരു വലിയ നടപ്പാതയാണ് അവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. ക്ഷേത്ര നഗരികളിൽ വെച്ചും ഒരുപക്ഷെ നഗരങ്ങളിൽ വെച്ചും ഏറ്റവും ആകർഷണീയമായിട്ടുള്ള നടപ്പാതയാണ് ഇന്നർ റിംഗ് റോഡിൽ പൂർത്തീകരിക്കപ്പെടുന്നത്. അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള കരിങ്കൽ പാളികൾ പാകിക്കൊണ്ടാണ് ആ നടപ്പാത നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, ഇന്നർ റിംഗ് റോഡ് അമ്പല ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ഇന്നർ റിംഗ് റോഡിനകത്ത് അത് നിരവധി പ്രയാസങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ആ നടപ്പാതയുടെ പ്രവർത്തനം പൂർത്തീകരിച്ചു. കരിങ്കല്ല് പാകിക്കഴിഞ്ഞു. മാത്രമല്ല, അതിനോട് ചേർന്ന് ഒരു പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്ത പോള്, LED ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്ത പോളിലാണ് ആ LED ലൈറ്റ് സ്ഥാപിക്കുന്നത്. അതിൻ്റെ LED ലൈറ്റിൻ്റെ പോളടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു പക്ഷേ അത് കേരളത്തിലെ തന്നെ നഗരങ്ങളിൽ വെച്ച് ഏറ്റവും ആകർഷണീയമായ ഒരു നടപ്പാതയായി അത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. 8,17,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത്. മറ്റൊന്ന്, ഗുരുവായൂരിന് ലഭിച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രസാദ് പദ്ധതി 2 പദ്ധതികളാണ് ലഭ്യമായത്. ഒന്ന് ഫെസിലിറ്റേഷൻ സെൻറ്ററും ഒന്ന് അമ്യൂണിറ്റി സെൻറ്ററും. 2 പദ്ധതിയും സമയബന്ധിതമായി പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഫെസിലിറ്റേഷൻ സെൻറ്ററിൻ്റെ തുറന്നു കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ അടുത്ത ദിവസം കേന്ദ്രമന്ത്രി ഓൺലൈൻ സംവിധാനത്തിലൂടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അമ്യൂണിറ്റി സെൻറ്റർ പടിഞ്ഞാറ നടയിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതും ഒരു ഉദ്ഘാടനത്തിന് സാധ്യമായ രീതിയിൽ നിലനിൽക്കുകയാണ്. ഈ ഫെസിലിറ്റേഷൻ സെൻറ്ററൊക്കെ തന്നെ ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ
ഞാൻ സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. അമ്യൂണിറ്റി സെൻറ്റർ ഞാൻ ഒന്ന് വായിച്ചു പോവാം. സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലായിട്ട് ഒന്ന് മാറിയിട്ടുണ്ട്. വ്യവസായ മേഖലയിൽ, പട്ടികജാതി വികസന മേഖലയിൽ, വയോജനങ്ങളുടെ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ മുഴുവൻ ഉണ്ടാകുന്ന മാറ്റത്തോടൊപ്പം തന്നെ ഗുരുവായൂരിലും ആ മാറ്റമുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. 2 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. മാത്രമല്ല ഗുരുവായൂരിൻ്റെ അർബൻ ഹെൽത്ത് സെൻറ്റർ, അത് ഗുരുവായൂരിൻ്റെ ഹൃദയത്തിൽ, അതും പ്രാഥമികാരോഗ്യ സ്ഥലത്തിൽ നിന്ന് മാറ്റി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന രീതിയിലേക്ക് വലിയ തോതിലുള്ള മാറ്റമുണ്ടായി. ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ പൊളിച്ചു മാറ്റി പണിയുന്നതിൻ്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. അതോടൊപ്പം തന്നെ അവിടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ മാറ്റമാണ് ഗുരുവായൂരിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. ഈ സമയപരിമിതി മൂലം അത് പറയാൻ വേണ്ടി കഴിയുന്നില്ല. എന്തായാലും ഞാൻ കഴിഞ്ഞ തവണ ചെറിയ ഒരു ഭൂരിപക്ഷ വ്യത്യാസത്തിലാണ് UDFിന്റെ ഭരണം ഗുരുവായൂർ നഗരസഭയിൽ നഷ്ടമായത്. വലിയ നല്ലൊരു പ്രതിപക്ഷമായി ഗുരുവായൂർ നഗരസഭയിൽ പ്രവർത്തിക്കാനായില്ല എന്ന വിമർശനം നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. എന്നാലും അതിനെപ്പറ്റി വിശദമായി സംസാരിക്കുന്നതിനും പരാമർശിക്കുന്നതിനുമായി ശ്രീ ആൻഡ്രു തോമസിനെ ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ ഭരണം വളരെ മോശമായതിൻ്റെ പേരിൽ ജനം മാറ്റി നിർത്തിയിട്ട് പോലും ഭരണം നിലനിർത്താൻ ഏത് വിധേനയും അത്തരക്കാരെ അല്ലെങ്കിൽ കൂട്ടുപിടിച്ച് ഭരണം ആരംഭിക്കുന്ന രീതിയാണ് ഉണ്ടായത്. 5 വർഷത്തെ ഭരണം പൂർത്തീകരിച്ചപ്പോൾ ഈ കാലഘട്ടം വളരെ വേഗതയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ കാലഘട്ടത്തിൽ പോലും വികസന മുരടിപ്പാണ് ഈ 5 വർഷം കാണാൻ കഴിയും. ഏറെ കൊട്ടിഘോഷിക്കുന്ന വികസനം പറയുമ്പോൾ വെറും കേന്ദ്ര പദ്ധതികളുടെ പേരിൽ മാത്രം വികസനത്തിൻ്റെ മേനി നടിച്ച് നടക്കുകയാണ് ഈ ഭരണസമിതി ചെയ്തത്. ക്ഷേത്ര നഗരിയുടെ പ്രത്യേകത കണക്കിലെടുത്ത് മാലിന്യത്തിൻ്റെയും അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ പോലും മാലിന്യം ചവിട്ടാതെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് ഗുരുവായൂരിൽ ഉള്ളത്. കുടിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു. ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപനത്തിൽ ഒതുക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും പാവപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ കുടിവെള്ളമില്ലാത്ത, പ്രത്യേകിച്ച് ഗുരുവായൂരിൻ്റെ നഗരസഭയിൽപ്പെട്ട കനോലി കനാലിൻ്റെ സമീപ പ്രദേശത്തുപെട്ട വാഴപ്പുള്ളി, ചക്കംകണ്ണ തുടങ്ങിയ പ്രദേശങ്ങൾ അല്ലെ വലിയ വേനലിൽ കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴൊക്കെ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പറ്റാതെ അഴിമതിയുടെ കറ കാണിക്കുന്ന തരത്തിൽ വെള്ളം എത്തിക്കുന്നതിനെ സ്വകാര്യ ആളുകളെ സമീപിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് ലക്ഷക്കണക്കിന് രൂപ നൽകിക്കൊണ്ട് വെള്ളം എത്തിക്കാൻ അവരെ ആശ്രയിക്കുകയാണ്. ഈ പദ്ധതികളൊക്കെ പ്രഖ്യാപനം മാത്രമല്ല, അതൊരു തുള്ളി വെള്ളം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. തെരുവിളക്കിൻ്റെ കാര്യം പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ തെരുവിളക്കിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രകാശ നഗരം എന്ന് പറഞ്ഞെങ്കിൽ കൗൺസിൽ ആരംഭിച്ച് 2 or 3 കൗൺസിൽ കഴിഞ്ഞതിന് ശേഷം മുതൽ അവസാനം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ 2 ദിവസം മുൻപ് നടന്ന കൗൺസിലിൽ പോലും തെരുവിളക്കുകൾ കത്തുന്നില്ലെന്ന് പറഞ്ഞ് കൗൺസിലർമാർ വിളക്ക് കത്തിച്ച് ചേംബറിൻ്റെ മുമ്പിൽ പ്രതിഷേധം നടത്തേണ്ട സാഹചര്യം പോലും ഉണ്ടായി. ഇന്ന് സ്ഥാപിച്ചിട്ടുള്ള തെരുവിളക്കുകൾ 5ഉം 6ഉം തരത്തിലുള്ള ലൈറ്റ് കമ്പനിക്കാരെ സമീപിച്ച് അതിൻ്റെ മോണിറ്ററിംഗ് ഇല്ലാതെ അത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രഖ്യാപനമല്ലാതെ ഈ തെരുവിളക്കിൻ്റെ കാര്യത്തിൽ ഗുരുവായൂർ ഇരുട്ടിലാണ്. അതുപോലെ തന്നെ പറയാനുള്ളത്, പാവങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതിയും ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഗുരുവായൂരിൻ്റെ 10 വർഷത്തിന് മുൻപ് തൈക്കാടും അതുപോലെ തന്നെ പൂക്കോടും മേഖലയും ഇതിൽ കൂട്ടിച്ചേർത്തപ്പോൾ ആ പ്രദേശത്തൊക്കെ കയറ കർഷകരും അതുപോലെ നെല്ല് കർഷകരും തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കയറ കർഷകർക്ക് വേണ്ടി ഒരു പദ്ധതിയും ആവിഷ്കരിച്ചില്ല. ഇവർ പറയുന്നത് ഇപ്പോൾ മാലിന്യം സംസ്കരിച്ച് ഒരു തരം വളമുണ്ടാക്കിയെന്നു.
കേര കർഷകരൊക്കെ അത് തള്ളിക്കളഞ്ഞു. ആ വളം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന രീതിയുമായി മുന്നോട്ട് പോകുമ്പോൾ കേര കർഷകരെ പാടെ അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ കുട്ടാടൻ പാടം തുടങ്ങി അതുപോലെ നെല്ല് കൃഷിക്ക് വേണ്ടി ഒരു പദ്ധതിയും ആവിഷ്കരിക്കാൻ പറ്റിയിട്ടില്ല. അതിലൊക്കെ പ്രധാനമായും മാസ്റ്റർ പ്ലാൻ അന്ന് തയ്യാറാക്കി അത് അടച്ചുപൂട്ടി വച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ കേന്ദ്ര പദ്ധതിയുടെ പിൻബലത്തിൽ ഒന്നോ രണ്ടോ പ്രവൃത്തി ചെയ്തു എന്നല്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ സാമ്പത്തിക സഹായത്തിനു വേണ്ടി ക്ഷേത്രനഗരിയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കി വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരു പദ്ധതി തയ്യാറാക്കി, ഒരു പാക്കേജ് തയ്യാറാക്കി, ഒരു പദ്ധതി തയ്യാറാക്കി കൊടുത്ത് അതിൻ്റെ സാമ്പത്തിക സഹായം മേടിക്കാനുള്ള നടപടികളോ അതിനുവേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ 5 വർഷക്കാലത്തിൽ 3 ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരൊക്കെ മാറിമറിഞ്ഞു എന്നല്ലാതെ ഇതിൻ്റെ വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ വളരെ മോശമായിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ പെൻഷൻ പദ്ധതി, വിധവകളുടെ പെൻഷൻ പോലും മുടങ്ങുന്ന സാഹചര്യം ഈ 5 വർഷ കാലഘട്ടത്തിൽ ഉണ്ടായി. വിധവകളുടെ പെൻഷൻ മുടങ്ങുന്ന സ്ഥിതി. അതുമാത്രമല്ല ഈ കാലഘട്ടത്തിൽ വിധവ പെൻഷൻ തട്ടിപ്പ് നടത്തി ഇത് വിതരണം ചെയ്യുന്ന ഇപ്പോഴത്തെ പുതിയ സർക്കാരിൻ്റെ നയം വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ വീടുകളിൽ എത്തിക്കുന്ന വിധവകളുടെ പെൻഷൻ അവർക്ക് ലഭ്യമാകാതെ അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളുടെയൊക്കെ തുടങ്ങിയിട്ടുള്ള പെൻഷൻ തട്ടിപ്പിന് പോലും ഈ കാലഘട്ടത്തിന് ഇരയാവേണ്ട സ്ഥിതി വന്നു. അതുപോലെ തന്നെ ഭവന പദ്ധതി, PMAY എന്ന് പറയുന്ന ഭവന പദ്ധതി ഈ സർക്കാരിൻ്റെ ഒരു പദ്ധതി എന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ ലൈഫ് എന്ന് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഈ ഭവന പദ്ധതി PMAY പദ്ധതി ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതേ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ SC വിഭാഗങ്ങൾക്കുള്ള ഭവന പദ്ധതിക്ക് കേവലം 3 ലക്ഷം രൂപയും PMAY പദ്ധതിക്ക് 4 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. ഈ ഭവന പദ്ധതിക്ക് SC വിഭാഗങ്ങളിൽപ്പെട്ട പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് 4 ലക്ഷം രൂപ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഒന്നും തന്നെ നടപ്പിലാക്കിയില്ല, പദ്ധതിയിൽ വെച്ചിട്ടില്ല. അതുപോലെ തന്നെ ചാവക്കാട് സ്കൂളിൻ്റെ ശോചനീയാവസ്ഥ, ഈ നഗരസഭയുടെ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിൻ്റെ ശോചനീയാവസ്ഥ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അത് പദ്ധതിയും പ്രഖ്യാപനവും വാഗ്ദാനവും അല്ലാതെ അതിനു വേണ്ട ഒരു നടപടിയും മുന്നോട്ട് പോയിട്ടില്ല. ഒന്നും കൂടി അതിൽ കൂട്ടിച്ചേർത്ത് പറയുകയാണ്, ഈ പ്രദേശത്തെ LDFിൻ്റെ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ കൂട്ടാളികൾക്ക് വേണ്ടി ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ ഗ്രൗണ്ട് പോലും വലിയ തുക ചെലവാക്കിക്കൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേവലം കായിക പരിശീലനത്തിനോ അല്ലെങ്കിൽ മറ്റോ ഉപയോഗപ്രദമാക്കാത്ത രീതിയിൽ കേവലം ഫുട്ബോളിന് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കോടികൾ ചെലവാക്കുന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഈ നേരത്തെ പറഞ്ഞു എൻ്റെ പ്രിയ സുഹൃത്ത്, ഗ്രൗണ്ടുകളും അല്ലെങ്കിൽ വലിയ വികസനങ്ങളൊക്കെ. ഞാൻ കൊച്ചുനാളിൽ കായിക പരിശീലനവും അല്ലെങ്കിൽ മത്സരത്തിൽ പഞ്ചായത്തായിരിക്കുമ്പോൾ മത്സരിച്ചു കൊണ്ടിരുന്ന സാംസ്കാരിക നിലയം ഗ്രൗണ്ട് ഇന്ന് വേസ്റ്റിൻ്റെ അല്ലെങ്കിൽ മണ്ണ് കൂമ്പാരങ്ങളുടെ പുല്ല് പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ്. അവിടെ 100 കണക്കിന് സിമെൻറ്റ് ബാഗുകൾ അല്ലെങ്കിൽ ട്രസ് വർക്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി ഇറക്കിയ സാധനങ്ങൾക്ക് തുരുമ്പിടിച്ചുകൊണ്ടിരിക്കുക. ഈ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ആരംഭത്തിൽ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടന പരമ്പര നടത്തി അത് അവിടെ വേണ്ടത്ര മോണിറ്ററിംഗ് ഇല്ല. ഈ ഭരണപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മേൽനോട്ടമില്ലാത്ത അല്ലെങ്കിൽ തുടർന്നും അതിൻ്റെ വേണ്ട തരത്തിലുള്ള നിർമ്മാണം നടക്കുന്നുണ്ടോ എന്ന് പരിശോധന നടക്കാത്തതിൻ്റെ പേരിൽ അത് നശിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ് അവിടെ നടത്തുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു, ഈ പാവങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ തയ്യാറായിട്ടില്ല. കേവലം ഒരു വർഷത്തെ 5 വർഷ കാലഘട്ടത്തെ വികസന പ്രവർത്തനത്തിൽ ഒരു വീടിന് പോലും അറ്റകുറ്റപ്പണിക്ക്, സാധാരണക്കാരായ ആളുകളുടെ വീടിന് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഒരു രൂപ നീക്കിവെക്കാൻ പ്രതിപക്ഷം ഇല്ലാതെ ആവശ്യപ്പെട്ട പദ്ധതി 5 വർഷമായി നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാവങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് ദൃശ്യമാധ്യമങ്ങളിലും വലിയ പത്രങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട്
പരസ്യം നൽകേണ്ടി വന്നു. ഞങ്ങൾ ഇതൊക്കെ ഇന്ന വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ ബുക്ക്ലെറ്റും അടിച്ച് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ജനങ്ങളോട് പറയേണ്ടി വന്നു. കാരണം ജനങ്ങളുടെ മനസ്സിൽ ഈ വികസന പ്രവർത്തനങ്ങൾ എത്തിയിട്ടില്ല. ആ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറയേണ്ട സ്ഥിതി വന്നു. അതിനുവേണ്ടി ഒരുപാട് പൈസ എന്തിനു പറയുന്നു, കഴിഞ്ഞ കൗൺസിലിൽ പോലും ഇവരുടെ ആദ്യത്തെ ചെയർമാൻ ഈ അജണ്ടയിൽ നിന്ന് അത് മാറ്റിവെക്കേണ്ട സ്ഥിതി പോലും വന്നു, ഇതിനുവേണ്ടി ചെലവാക്കിയ തുക പോലും. അപ്പോൾ ജനങ്ങൾ ഈ ഭരണത്തെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോളാർ പാനൽ, ഇവരുടെ 5 വർഷക്കാലത്തെ ബജറ്റ് പരിശോധിച്ചാൽ ഒട്ടേറെ വാഗ്ദാനങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ സെൻറ്റേജ് ചാർജ് അടച്ചത് എങ്ങനെയാണ്, അടിപ്പാതയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാരുടെ സമരം മൂലം ഇന്നത്തെ MP പോലും ഇടപെട്ടുകൊണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന രീതി എത്തിയപ്പോഴാണ് സെൻറ്റേജ് ചാർജ് അടയ്ക്കേണ്ട സ്ഥിതി വന്നത്. സ്ത്രീ സൗഹൃദ നഗരം എന്ന് പറയുന്നു. എന്ത് സൗഹൃദ? കഴിഞ്ഞ കാലഘട്ടത്തിൽ അവിടെ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ CLR തൊഴിലാളികൾക്ക് കയറൂരി വിടുന്ന തരത്തിൽ ഇവിടുത്തെ ജീവനക്കാരെയോ വേണ്ടത്ര എന്താ പറയുക നിരീക്ഷണം നടത്താത്തതിൻ്റെ പേരിൽ അവിടുത്തെ സ്ത്രീകൾ വസ്ത്രം മാറുന്നിടത്ത് പോലും ക്യാമറ സ്ഥാപിച്ച് വലിയ വിവാദമുണ്ടായ കാലഘട്ടമാണ്. സ്ത്രീ സൗഹൃദം എന്ന് പറയുന്നത് കടലാസിൽ പോലും ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ്. ക്രിമിറ്റോറിയം അവിടെ പ്രവർത്തിച്ചു വരുന്നു. 2 ക്രിമിറ്റോറിയത്തിൽ ബോഡി മറവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ സംസ്കരിക്കാനുള്ള മിഷനറി ഉണ്ട്. പലതവണ എന്ന് പറഞ്ഞാൽ ഈ 5 വർഷ കാലഘട്ടത്തിൽ ഞങ്ങൾ തന്നെ പലതവണ അവിടെ സമരം നടത്തിയിരിക്കുന്നു. ഈ ക്രിമിറ്റോറിയം പ്രവർത്തിക്കുന്ന ദിവസങ്ങൾ കുറവാണ്. എന്തിനേറെ പറയുന്നു, ഒരു ബോഡിയോട് ഇവിടെ നമ്മുടെ നാട്ടിൽ മൃത സംസ്കാര ശുശ്രൂഷ അല്ലെങ്കിൽ മൃതദേഹത്തോട് വലിയ ആദരവ് കാണിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഈ ഒരു ബോഡി മറവ് ചെയ്യാൻ വന്നപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാത്തതിൻ്റെ പേരിൽ ഫ്യൂസൂരി മൃതദേഹത്തോട് അനാദരവ് കാണിച്ച നഗരസഭയാണിത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഒട്ടേറെ പറയാനുണ്ട്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചു വാട്ടർ ATMിലേക്ക് വെള്ളം വരുന്നത് എവിടുന്ന? ലക്ഷക്കണക്കിന് വെള്ളം നൽകാനുള്ള സംവിധാനം നമ്മൾ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു. 99-100% പൂർത്തീകരിച്ചു എന്ന് പറയുന്നു. ഇന്ന് വാട്ടർ ATMിലേക്ക് വെള്ളം എത്തിക്കുന്നത് സ്വകാര്യ വ്യക്തികളെ ആശ്രയിച്ച് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടാണ്. ആ പദ്ധതി ഫലപ്രദമല്ല. PMAY പദ്ധതിക്ക് വേണ്ടി തൊഴിലുറപ്പിന് പദ്ധതിയിലൊക്കെ പൈസ കിട്ടാൻ ഒരുപാട് കയറി ഇറങ്ങുക. നിസ്സാര കാര്യത്തിന് പോലും ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് കിട്ടുന്നതിന് വേണ്ടി പോലും 10, 15, 20 ദിവസം 10-15 പ്രാവശ്യം ഒരു സാധാരണക്കാരായ ആൾ നഗരസഭയിൽ കയറി ഇറങ്ങുകയാണ്. ഒരു തരത്തിലും വികസന പ്രവർത്തനം ഇല്ല എന്ന് മാത്രമല്ല, സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ പറഞ്ഞു EMS സ്ക്വയർ, തീർച്ചയായും മുൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ സ്ഥാപിച്ചത് എവിടെയാണ്? ഈ പ്രദേശത്തെ ഗുരുവായൂരിലെ ഗാന്ധിയുടെ പാദസ്പർശമേറ്റ ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലത്ത് അതിനോട് ചേർന്നുകൊണ്ട് EMSന്റെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു ചെറിയ സ്റ്റേജ് നിർമ്മിച്ച് ആ ഗാന്ധിജിയെ പോലും രാഷ്ട്രീയ വൈര്യം കൊണ്ട് അവർ മറച്ചു വയ്ക്കാൻ തയ്യാറായ ഒരു ഭരണസമിതിയാണ്. ഞാൻ സമയക്കുറവ് മൂലം ചുരുക്കുകയാണ്. എന്തായാലും ജനം തള്ളിക്കളഞ്ഞ ഒരു ഭരണസമിതിയാണ് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയത്. തീർച്ചയായും അതിൻ്റെ ജനങ്ങളുടെ വികാരം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയാണ്. നിരവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ് ഗുരുവായൂർ നഗരസഭ. അവിടെ കഴിഞ്ഞ തവണ BJPക്ക് ഏറെ പ്രാധാന്യം ലഭിക്കുമെന്നുണ്ടെങ്കിലും ഒരു സീറ്റിൽ മാത്രമാണ് കഴിഞ്ഞ തവണ BJP വിജയിച്ചത്. ഈ തവണ ഏറെ പ്രതീക്ഷയോടെയാണ് BJP മത്സരരംഗത്ത് സജീവമായിട്ടുള്ളത്. അതിനെപ്പറ്റി കഴിഞ്ഞ ഭരണരംഗത്ത് പ്രധാന പ്രതിപക്ഷമായി BJPയുടെ സ്വരങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത് ശ്രീമതി ശോഭ ഹരിനാരായണനാണ്. അവരെ ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കും.
കേരളത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, കഴിഞ്ഞ 20 വർഷമായി ഗുരുവായൂർ നഗരസഭ ഭരിക്കുന്നത് LDF മുന്നണിയാണ്. ഗുരുവായൂർ ടൗൺഷിപ്പ് ഉണ്ടായിരുന്നതിന് 1 ഇഞ്ച് വികസനം പോലും സാധിക്കാൻ പറ്റാത്ത ഒരു മുന്നണിയാണ് കഴിഞ്ഞ 20 വർഷമായി ഗുരുവായൂരിൽ ഭരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗുരുവായൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാണ്. ഒരു തീർത്ഥാടന കേന്ദ്രത്തിന് ആവശ്യമായ അടിസ്ഥാനപരമായ ഒരു വികസനം പോലും നടപ്പാക്കാൻ സാധിക്കാത്ത ഒരു മുന്നണി. ഇതിന് കാരണമായിട്ട് ഞാൻ ആരോപിക്കുന്നത്, ഇതൊരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ്. ഈ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം ഇങ്ങനെ നശിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ ഭരിക്കുന്ന LDF മുന്നണി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പ്രാദേശിക ഭരണകൂടത്തിൽ നിന്ന് ഒരു ടാക്സ് അടയ്ക്കുന്ന ഒരു ജനം ആഗ്രഹിക്കുന്നത് എന്താ? ശുദ്ധമായ വായു, നല്ല റോഡുകൾ, നല്ല വെളിച്ചം, നല്ല കുടിവെള്ളം, ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. ഇതിലേതിലെങ്കിലും ഒന്നിൽ വിജയിക്കാൻ ഇവിടെ ഭരിച്ച LDF മുന്നണിക്ക് സാധിച്ചിട്ടുണ്ടോയെന്ന് ഗുരുവായൂർ നഗരസഭയിലെ ടാക്സ് അടയ്ക്കുന്ന ഓരോ വോട്ടറും ചിന്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഗുരുവായൂരിൽ നമുക്കറിയാം, റോഡുകൾ മുഴുവൻ തകർന്ന് തരിപ്പണായിട്ട് കിടക്കുകയാണ്. ഗുരുവായൂരിലെ കാനകൾ, ശരിക്കും കാനകൾ നിർമ്മിക്കുന്ന എന്തിനാണ്? ടൗൺ ഇപ്പോൾ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച വൈസ് ചെയർമാൻ പറഞ്ഞു 50 വർഷമായിട്ടുള്ള കാനകളൊക്കെ പുതുക്കിപ്പെടുന്നു. അതെ, 50 വർഷം, കഴിഞ്ഞ 20 വർഷം വരെ എവിടെയായിരുന്നു? ഈ 5 വർഷമായിട്ട് കേന്ദ്ര പദ്ധതി, നേരത്തെ പറഞ്ഞു 2 കേന്ദ്ര പദ്ധതി നമുക്ക് ലഭിച്ചു. അമൃത്, പ്രസാദ്, 203 കോടിയുടെ അമൃത് പദ്ധതിയും 46.14 കോടിയുടെ പ്രസാദം പദ്ധതിയും. ഈ 2 പദ്ധതിയിലൂടെയുള്ള വികസനം അല്ലാതെ എന്ത് വികസനമാണ് നടപ്പാക്കാൻ ഗുരുവായൂർ നഗരസഭാ ഭരണാധികാരികൾക്ക് സാധിച്ചതെന്ന് ഗുരുവായൂർ പൊതുജനം ചിന്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ഇപ്പൊ ഗുരുവായൂരിലെ കാനകളൊക്കെ ഭംഗിയായി. കാനകൾ എന്തിനാണ് നിർമ്മിക്കുന്നത്? മഴവെള്ളം ഒഴുകാനാണ്. എന്നാൽ ഗുരുവായൂരിലത്തെ കാനകളുടെ അവസ്ഥ എന്താ? ഗുരുവായൂരിലുള്ള എല്ലാ കമേഴ്സ്യൽ സെന്ററിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യം അടക്കം ഗുരുവായൂരിലെ കാനകളിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ഈ കാനകളുടെ പരിസരത്തുള്ള എല്ലാ കിണറുകളും മലിനാണ്. ഗുരുവായൂർക്കാരുടെ കിണറിലെ കുടിവെള്ളം പോലും മുട്ടിച്ചിരിക്കുകയാണ്. ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിനെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ ഗുരുവായൂരിലെ പൊതുജനങ്ങൾക്ക് വരുത്തിയിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാം, തീർത്ഥാടന നഗരി എന്ന് പറഞ്ഞാൽ വളരെ സ്വച്ഛമായി പരിപാവനമായി മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ അവസ്ഥ ഇപ്പം എന്താ? ഞാൻ കൃത്യമായിട്ട് വളരെ വലിയൊരു ആരോപണമാണ് ഇവർക്കെതിരെ ഉന്നയിക്കുന്നത്. ഇവിടെ തീർത്ഥാടന നഗരിയെ വലിയൊരു കമേഴ്സ്യൽ സെന്ററായിട്ട് മാറ്റിയാണ് 20 വർഷം കൊണ്ട് ഇവിടുത്തെ LDF മുന്നണി ചെയ്തത്. ഓരോ 2 സെന്റ് സ്ഥലത്തുണ്ടെങ്കിലും എല്ലാ മാനദണ്ഡവും മറികടന്ന് അവിടെ മുഴുവൻ കമേഴ്സ്യൽ ബിൽഡിംഗ് അനുവദിച്ചിരിക്കുകയാണ്. സ്വസ്ഥമായിട്ട് വെള്ളം ഒഴുകി പോകാൻ സ്ഥലമില്ല. ഏതെങ്കിലും ഒരു കമേഴ്സ്യൽ സെന്ററിന് മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടോ? ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് വെറും പൈസ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഭരണമായിട്ട് LDF മുന്നണി പരാജയപ്പെട്ടു. നമുക്കറിയാം, 2 കേന്ദ്ര പദ്ധതികളാണ് കിട്ടിയിരിക്കുന്നത്. അമൃത് പദ്ധതി വഴിയുള്ള വികസനം, അതേപോലെ പ്രസാദ് വഴി പദ്ധതി വഴിയുള്ള വികസനം അല്ലാണ്ട് എന്ത് നിസ്സാരം ഒരു ബിന്ന്, അതായത് ഒരു വീട്ടിലേക്ക് കൊടുക്കുന്ന മാലിന്യ സംസ്കരണത്തിന് കൊടുക്കുന്ന ഒരു ബിന്ന് ഉണ്ടെങ്കിൽ പോലും അതിൽ പോലും കേന്ദ്ര ഫണ്ടിലാണ് നടപ്പാക്കാൻ സാധിക്കാത്ത ഒരു മുന്നണിയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു PMAY ലൈഫ്, അത് ആരുടെ പദ്ധതിയാണ്? കേന്ദ്ര പദ്ധതി. അല്ലാതെ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ഭവന പദ്ധതി ഉണ്ടോ? ഇല്ല. ഇനി സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതി ഉണ്ട്. ലൈഫ് പദ്ധതിയിൽ എത്ര വീടുകളോടെ കൊടുത്തു? ഇന്ന് വരെ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഞാൻ കൗൺസിലിൽ ഉന്നയിക്കുന്നതാണ്. ഇന്ന് വരെ ഒരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ നടപ്പാക്കിയത് മുഴുവൻ കേന്ദ്ര പദ്ധതി അല്ലാണ്ട് എന്ത് പദ്ധതിയാണ് ഗുരുവായൂർ നഗരസഭയ്ക്ക് വേണ്ടി നടപ്പാക്കാൻ സാധിച്ചത്? ഇനി നമുക്കറിയാം, ഒരു കൃത്യമായിട്ട് ഒരു എമർജൻസി വന്നാൽ പോകാനുള്ള ഒരു ആശുപത്രി സംവിധാനം, ഇതൊരു തീർത്ഥാടന നഗരിയാണ്, അതിനനുസരിച്ചുള്ള വികസനമാണ് ഇവിടെ ആവശ്യം. എന്നാൽ ഇപ്പോൾ പ്രകാശ നഗരം പദ്ധതി പറഞ്ഞു. ഗുരുവായൂരിൽ നടക്കുന്നവർക്കറിയാം കൃത്യമായിട്ട് ഒരു രാത്രി പോലും ഉണർന്നിരിക്കേണ്ട ഒരു നഗരമാണ് ഗുരുവായൂർ. എന്നാൽ എവിടെയെങ്കിലും ഒരു ലൈറ്റ് കത്തുണ്ടോ? പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ സമയമായിട്ട് കുറേ ഉദ്ഘാടന മഹാമഹങ്ങൾ നടന്നു, കുറേ കല്ലിടലുകൾ നടന്നു. നമുക്കറിയാം, 40 വർഷമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി ഉണ്ട് ഗുരുവായൂർ, അഴുക്കുചാൽ പദ്ധതി. അതിൻ്റെ അവസ്ഥ എന്തായെന്ന് ഈ ഗുരുവായൂർ നഗരസഭാ ഭരണാധികാരികൾക്ക് പറയാൻ സാധിക്കും? അറിയില്ല. 2-3 പ്രാവശ്യം ഉദ്ഘാടനങ്ങൾ നടത്തി. ഈ അഴുക്കുചാൽ പദ്ധതിയുടെ പേരിൽ ഗുരുവായൂരിൽ റോഡ് മുഴുവൻ തകർന്ന് കിടക്കുകയാണ്. അതുകൂടാതെ ഔട്ടർ റിംഗ് റോഡിലും ഇന്നർ റിംഗ് റോഡിലും ചതിക്കുഴികളാണ്. മാൻഹോൾ എന്ന പേരിൽ
ചതിക്കുഴികൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. സ്വസ്ഥമായിട്ട് സാധാരണ ഒരാൾക്ക് റോഡിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റുമോ? ഈ കുഴി എത്ര ആക്സിഡൻറ്റുകൾ ഉണ്ടായി. ഇപ്പോൾ ഇവർ എനിക്ക് പറയാനുള്ളത് ഈ സമയത്തെങ്കിലും ഈ LDF ഭരണ മുന്നണി പറയണം, ഞങ്ങൾക്ക് അഴുക്കുചാൽ പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല, പൊളിഞ്ഞു പോയി, ആ പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല. ഇത് പോണ ചക്കങ്കണ്ടത്തെ അവസ്ഥ എന്താ? അവിടുത്തെ പ്ലാന്റിൻ്റെ അവസ്ഥ എന്താ? എത്രയോ വർഷം മുമ്പ് സ്ഥാപിച്ച പ്ലാന്റാണ്. ആ പ്ലാന്റൊക്കെ നശിച്ചു പോയി. പിന്നെ കുറേ കുഴലിട്ടുണ്ട് അഴുക്കുചാൽ പദ്ധതിയുടെ പേരിൽ. 40 വർഷം മുമ്പത്തെ പ്ലാനാണ്. അന്നത്തെ ഗുരുവായൂരാണോ ഒന്ന്? അല്ല. അപ്പോൾ അന്നത്തെ പ്ലാൻ അനുസരിച്ചുള്ള ഒരു പദ്ധതിയായിട്ട് കുറേ മുന്നോട്ട് പോണു. കുറേ അമ്പലത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട വിശേഷം, വൈശാഖ മാസമോ തിരക്കുള്ള സമയമാകുമ്പോൾ ഇവരെന്ത് ചെയ്യും? റോഡൊക്കെ പൊളിക്കും, അഴുക്കുചാൽ പദ്ധതി. എന്നിട്ട് റോഡ് മുഴുവൻ തകർന്ന് കിടക്കും. അത് കഴിഞ്ഞാൽ റോഡ് ടാറിയും. അല്ലാതെ അഴുക്കുചാൽ പദ്ധതിയുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ പറയണം. ഗുരുവായൂർ ജനങ്ങളോട് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത് കഴിഞ്ഞ് കുടിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു. കുടിവെള്ളം 9 വർഷം കൊണ്ട് ഒരു കുടിവെള്ള പദ്ധതി ഇവിടെ നടപ്പാക്കി. നമുക്കറിയാം, വീടുകൾക്ക് കിട്ടുന്നേക്കാളും വെള്ളം റോഡ് കൂടെ ഒഴുകി പോവാണ്. ഗുരുവായൂരിൽ കൂടെ നടക്കണവർക്കറിയാം. ഇതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ ഒരു കൗൺസിലറിനേക്കാളും കൂടുതൽ ഞാൻ പറയണം, ഞാൻ ടാക്സ് അടയ്ക്കുന്ന ഒരാളാണ്, ഞാനൊരു വോട്ടറാണ്. എത്ര വീടുകൾക്ക് വെള്ളം കിട്ടുന്നുണ്ട്? വീടുകളിലേക്കാളും കൂടുതൽ റോഡ് കൂടിയാണ് വെള്ളം ഒഴുകി പോകുന്നത്. റോഡിൽ ഫൗണ്ടനാണ്. പിന്നെ അമൃത് കുടിവെള്ളം, ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതി കേരളത്തിൽ വെച്ചിട്ടുള്ള ഏറ്റവും കുടിവെള്ള പദ്ധതി, വലിയ പദ്ധതി ഗുരുവായൂരിന് കിട്ടിയതാണ് അമൃത് കുടിവെള്ള പദ്ധതി. ആ പദ്ധതി കൂടെ വരുന്ന വെള്ളം, ആ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താ? അത് ഇപ്പോൾ വൈസ് ചെയർമാൻ പറയണം. കാരണം എന്താ വെച്ചാൽ കൃത്യമായിട്ട് കിട്ടണ്ട. കുറേ സ്ഥലത്ത് പൈപ്പ് ഇട്ടു. ഇപ്പോഴും എനിക്കറിയാം, ഗ്രാമപ്രദേശത്ത് തൈക്കാട് പൂക്കോടൊന്നും സ്ഥലത്തൊന്നും എല്ലാ സ്ഥലത്തും വെള്ളം കിട്ടില്ല. അമൃത കുടിവെള്ള പദ്ധതി തന്നെ 24 മണിക്കൂറും വെള്ളം കിട്ടുന്നതാണ്. അതിൻ്റെ അവസ്ഥ ഇപ്പം എന്താ? അതും ഇദ്ദേഹം പറയാൻ തയ്യാറായിരിക്കണം. ഇങ്ങനെ എല്ലാ മേഖലയിലും സമസ്ത പരാജയമാണ്. അതായത് 2 തരത്തിലാണ് നമുക്ക് ഗുരുവായൂർ നഗരസഭാ ഭരണത്തിന് വിലയിരുത്തേണ്ടത്. സാധാരണ ഒരു പ്രാദേശിക ഭരണകൂടത്തിൽ നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ തരത്തിലും വലിയ പരാജയമാണ് ഇവർ. അതുകൂടാതെ തീർത്ഥാടന നഗരി ഇവിടെ ഭരിക്കുന്നത് LDF ആണ്. 15 വർഷമായിട്ട് MLA LDF ആണ്. ഈ 1 വർഷം മുമ്പ് വരെ MP LDF ആണ്. സംസ്ഥാന ഭരണം അവരാണ്. തീർത്ഥാടന നഗരിക്ക് വേണ്ടി എന്ത് പാക്കേജാണ് ഇവർ തയ്യാറാക്കിയത്? എന്ത് പാക്കേജാണ് അനുവദിച്ചത്? എന്ത് സൗകര്യമാണ് ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത്? അടിസ്ഥാനപരമായിട്ട് ഒരു കംഫർട്ട് സെക്ഷൻ ഇല്ല, ഒരു കൃത്യമായിട്ടുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളില്ല. ഇപ്പം നടപ്പാക്കി എന്ന് പറയണോ? ഇത് രണ്ടും കേന്ദ്രം, നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ കൊടുന്ന പദ്ധതിയാണ്. അല്ലാണ്ട് ഒന്നും ഇവർക്ക് നടപ്പാക്കാൻ സാധിച്ചില്ല. അപ്പോൾ എനിക്ക് ഗുരുവായൂർ നഗരസഭയിലെ വോട്ടർമാരോട് പറയാനുള്ളത്, എന്തിനാണ് കേന്ദ്ര പദ്ധതി നടപ്പാക്കാൻ ഇങ്ങനെ ഒരു ഭരണം? കേന്ദ്ര പദ്ധതി നടപ്പാക്കാൻ LDFനെ ജയിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിജയിക്കാൻ ഇവിടുത്തെ LDF മുന്നണിക്ക് സാധിച്ചിട്ടുണ്ടോ? സമ്പൂർണ്ണ പരാജയമാണ് ഒരു പദ്ധതികളും. പിന്നെ സാധാരണ പ്രാദേശിക ഭരണകൂടം ചില കാര്യങ്ങളൊക്കെ ചെയ്യും, അത് ആ ഫണ്ട് എടുത്ത് അതിനല്ലാണെങ്കിൽ പിന്നെ എന്തിനാ ഭരണം അവർക്ക് കൊടുക്കണേ? അതല്ലാണ്ട് എന്തെങ്കിലും ഒരു വികസനം പറയാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? വലിയ പരാജയമാണ് ഈ 2 കേന്ദ്ര പദ്ധതിയും. അമൃത് പ്രസാദം പദ്ധതി ഇല്ലെങ്കിൽ ഗുരുവായൂരിൽ ഒരു വികസനവും ഇല്ല. ഇവിടെ നടക്കണേ അതായത് 203 കോടിയുടെ അമൃത് പദ്ധതിയും 46.14 കോടിയുടെ പ്രസാദം പദ്ധതിയുടെ വികസനം അല്ലാണ്ട് ഒരു വികസനവും ഗുരുവായൂരിൽ നടത്താൻ ഇവിടുത്തെ മുന്നണിക്ക് സാധിച്ചിട്ടില്ല. പിന്നെ നമുക്കറിയാം, കൃത്യമായിട്ട് നിങ്ങൾ പത്രക്കാരൊക്കെ കൗൺസിൽ യോഗത്തിൽ വരുന്നതാണ്. കൗൺസിലിൽ എന്താ നടക്കണേ? ഇത് വല്ലതും ചർച്ച നടക്കണ്ടോ? ഇവിടെ കുറേ രാഷ്ട്രീയം പറയും. ഗുരുവായൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്യാൻ ഗുരുവായൂർ നഗരസഭാ ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല, ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ ഒരു കാര്യം പറയാം, 2010 എലക്ഷൻ ഇവർ നേരിട്ടത് എങ്ങനെയാണ്? 2015 2015 നമുക്ക് അമൃത് പദ്ധതി കിട്ടിയത്. അങ്ങനെ ഒരു അമൃത് പദ്ധതി ഇല്ല. അത് BJP പറയുന്ന കളവാണെന്ന് നോട്ടീസ് അടിച്ചിട്ടാണ് LDF ഇലക്ഷൻ നേരിട്ടത്. ഇപ്പോൾ ഇവർ പറയണു 60% അമൃത് പദ്ധതി നടപ്പാക്കി, അമൃത് പദ്ധതി നടന്നു. അപ്പോൾ ആരാണ് കളവ് പറയണത്? അപ്പം ഞാൻ ഇനിയും പറയണു, ഗുരുവായൂരിൽ എന്തെങ്കിലും വികസനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര വികസനം മാത്രമാണ്. ബാക്കി എല്ലാ തരത്തിലും സമ്പൂർണ്ണ പരാജയമാണ് LDF എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ചോദ്യോത്തര സമയമാണ്. നിങ്ങളെ കടന്നാക്രമിക്കാൻ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ഈ പറയുന്നതല്ല, ഒരു വികസനം നടക്കില്ല എന്നാണ് പ്രധാനമായിട്ട് 2 കക്ഷികൾ പറയുന്നത്. എന്താണ് സംബന്ധിച്ച് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്? പൊതുവെന്ന് കേരളത്തിലെ 2 കക്ഷികൾ ഒരുമിച്ച് നിന്നിട്ടുള്ള ആക്രമണമാണ്. അതിലൊരു രൂപമാണ് ഇവിടെയും കണ്ടത്. അതിലെനിക്ക് പറയണം കേട്ടോ, പറഞ്ഞൂടെ? അല്ലല്ല, ഇതിന്റെ ഇത് ഈ ആരോപണം തെറ്റാണ്. കേരളത്തിലൊക്കെ എല്ലാ സ്ഥലത്തും ഒന്നാണ്.
രണ്ടു കൂട്ടരും അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് എൻ്റെ സ്ഥിതി. ഞാനിവിടെ സംസാരിച്ചത് വികസനത്തിൻ്റെ കാര്യങ്ങൾ മാത്രം, വികസനത്തിൻ്റെ ഭാഷയാണ് ഉപയോഗിച്ചത്. രണ്ടു കൂട്ടരും സംസാരിച്ച് തീരുമ്പോൾ ഞാൻ പറഞ്ഞ വികസനത്തിൻ്റെ എതിരെ ഒരു കൗണ്ടർ എന്ന രീതിയിൽ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ ചില കുറേയേറെ ആരോപണങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ പിന്നെ നഗരസഭ നടപ്പിലാക്കപ്പെട്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞു? ഏറ്റവും പ്രധാനപ്പെട്ട നാട്ടല്ലേ, തിളക്കമാർന്ന നാട്ടല്ലേ, എന്തെങ്കിലും പറഞ്ഞു? അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മികവാർന്ന ആസൂത്രണമാണ് നഗരസഭ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ സാമ്പത്തിക പ്രകൃതി വിഭവം കുറവുള്ള ഒരു നഗരസഭയ്ക്കകത്ത് അതിൻ്റെ ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തുക, ഗുരുവായൂർ നഗരസഭ എത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. ഇപ്പോൾ അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ മറുപടി പറയാൻ സമയം തരുമെങ്കിൽ ഇപ്പോൾ പറയാം. എനിക്കതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇപ്പൊ ആദ്യം തന്നെ വൈസ് ചെയർമാൻ പറഞ്ഞ കാര്യം, ഇത് രണ്ടുപേരും ഒന്നാണ്. എനിക്ക് നേരെ തിരിച്ചാ പറയുള്ളത്. നിങ്ങൾക്ക് പത്രക്കാർക്ക് അറിയാം, കേരളത്തിലൊഴികെ എല്ലാ സ്ഥലത്തും ഇവരും ഒന്നാണ്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഞാൻ കാണുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭരണമാണ്. എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പറയാനുള്ള അവസരം എനിക്കും കിട്ടിയിരുന്നില്ല. ഇവിടുത്തെ പത്രക്കാർക്ക് അറിയാം, എന്തെങ്കിലും ഒന്ന് എണീച്ചെന്ന് കൗൺസിൽ പറയാൻ പുറപ്പെട്ടപ്പോൾ അടിച്ചമർത്തുന്ന രീതിയായിരുന്നു. എനിക്ക് മൈക്ക പോലും അനുവദിച്ചിരുന്നില്ല. അതിനുള്ള അവസരം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ മാലിന്യ സംസ്കരണം നടത്തി എന്ന് പറയണു. നല്ല ശുചിത്വ മിഷൻ അംഗീകരിച്ച സംസ്ഥാന ഗവൺമെന്റ് ഒരു പദ്ധതി കിട്ടിയിട്ട് അട്ടിമറിച്ച ആൾക്കാരാണ് അവര്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ IRTCക്ക് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ആ പദ്ധതി അട്ടിമറിച്ചു. ഒരു വീട്ടിലുണ്ടാക്കണ എല്ലാ മാലിന്യവും സംസ്കരിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു. അതായിട്ട് ഒരുപാട് ഗുരുവായൂർ നഗരസഭ മുന്നോട്ട് പോയി. ആ പദ്ധതി എവിടെ കിടക്കണു പറയണം. അല്ല പറയണം. ഇപ്പൊ നിങ്ങൾക്കറിയാം, അല്ല ശുചിത്വ പദവി പറഞ്ഞിട്ട് ശുചിത്വ പദവി കിട്ടിയ കാനകളിലെ സെപ്റ്റിക് മാലിന്യം ഒഴുകാണ്. ശുചിത്വ പദവിയുടെ മാനദണ്ഡം എന്താണ്? നിങ്ങൾ പറയുമ്പോൾ ആകെ വികസനം നടക്കുന്നില്ല. ഗുരുവായൂർ നഗരസഭ 20 വർഷമായി LDF ഭരിക്കുകയാണ്, യാതൊരു വികസനം നടക്കുന്നില്ല. എന്താണ് മേഡം ഉദ്ദേശിക്കുന്ന ഒരു വികസനം? അടിസ്ഥാനപരമായിട്ട് റോഡുകൾ. ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ വർത്തമാനത്തിൽ നിന്ന്, പ്രാദേശിക ഭരണകൂടത്തിൽ നിന്ന് ഒരു വോട്ടർ ആഗ്രഹിക്കുന്നത് എന്താ? നല്ല ശുദ്ധമായ വായു ശ്വസിച്ച് ഗുരുവായൂർ കൂടെ നടക്കാൻ പറ്റുമോ? ഞാൻ ഗുരുവായൂരിൽ ജനിച്ചു വളർന്ന ഞാൻ പറയട്ടെ, എന്നിട്ട് നിങ്ങൾ ചോദിക്കൂ. ഞാൻ ഗുരുവായൂരിൽ ജനിച്ചു വളർന്ന ആളാണ്. എനിക്ക് 49 വയസ്സായി. അന്നത്തെ ഗുരുവായൂരാണ് ഒന്ന്. എന്താണെന്ന് അവസ്ഥ നിങ്ങൾക്കറിയാം. മൂക്ക് പൊത്താതെ കക്കൂസ് മാലിന്യാണ് കാനക്കൂടെ ഒഴുകണേ. ഞാൻ പറയട്ടെ മൂക്ക് പൊത്താതെ മറുപടി വേണമെങ്കിൽ എനിക്ക് സമയം തരണം. മാന്യത വിട്ട് പറയുന്നില്ല. ഇതിന്റെ സുഹൃത്ത് വിനോദേട്ടൻ പറഞ്ഞു, 2 കക്ഷികളും ഞങ്ങൾ ഒഴിച്ചുള്ള 2 കക്ഷികളും ധാരണയിൽ മുന്നോട്ട് പോകുന്നു. എൻ്റെ സഹോദരി ശോഭേച്ചി പറയുന്നു ഞങ്ങളെല്ലാം മറ്റ് 2 കക്ഷികളാണ്. കൗൺസിലിനകത്ത് വരുന്ന പത്രക്കാരോട് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വെച്ചറിയാം, അവിടെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചാണ് ഞാൻ. പൗരത്വ ബില്ലുമായി പ്രമേയം അവതരിപ്പിച്ചു. അതിൽ നിന്ന് പിന്നോട്ട് പോയ ആളുകളാണ് ഇന്ന് ഭരിക്കുന്നവര്. അപ്പൊ ആ കാര്യത്തിൽ ഒരു ഒന്നായിരുന്നു. അത് കഴിഞ്ഞു ചൈന നമ്മളെ ആക്രമിച്ചപ്പോൾ, നമ്മുടെ പട്ടാൾക്കാർക്കെതിരെ എതിരുണ്ടായപ്പോൾ ആ പ്രമേയം അവതരിപ്പിച്ചാണ് ഞാൻ. അപ്പൊ ചൈന പ്രേമം കൊണ്ട് CPM-ന്റെ ചൈന പ്രേമം കൊണ്ട് ആ പ്രമേയത്തിന് അനുമതി നൽകിയില്ല. അപ്പൊ നടക്കുന്ന അവസ്ഥയാണ് അവിടെ. ഇവര് 2 കൂട്ടരും പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഈ നേരത്തെ മൂക്ക് പൊത്തി നടക്കുക എന്നുള്ള ഇത് ഇപ്പൊ അവിടെ സ്ഥിതി അങ്ങനെയല്ലല്ലോ. അല്ല, ഇതൊക്കെ വെറുതെ പറയാണ്. അല്ല, അതിനൊന്ന് പറയട്ടെ. ഇന്നിപ്പോ ഗുരുവായൂർ നഗരസഭ രക്ഷപ്പെട്ടു പോകുന്നത് ഒന്ന് പറയട്ടെ. ഇപ്പോഴത്തെ ഭരണസമിതി രക്ഷപ്പെട്ടു പോകുന്നത് കോവിഡിന്റെ പേര് പറഞ്ഞ ഗുരുവായൂരിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നുണ്ട്. അവിടുത്തെ ഷോപ്പുകള്, ലോഡ്ജുകള് ആരും തന്നെ ഇല്ല.
ഇതിന്റെ പേരിൽ അവിടെ അടഞ്ഞു കിടക്കുന്ന രീതിയാ. അവിടൊക്കെ സാധാരണ രീതിയിലാണ് അവിടെ മുന്നോട്ട് പോകുന്ന ഈ എനിക്ക് മറുപടി പറയാനുള്ള അവസരം തരാം. അവിടെ മുന്നോട്ട് പോകുന്ന എനിക്ക് മറുപടി പറയാനുള്ള അവസരം തരാം. പിന്നെ അല്ലാതെ ഇരു കൂട്ടരും ആരോപണങ്ങൾ ഒരു മിനിറ്റ് കൂടി പറയട്ടെ. ഈ മാലിന്യത്തിന്റെ കാര്യം പറഞ്ഞു, സമയം തരണം മാത്രം. മാലിന്യത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ മാലിന്യം ഒഴുകുന്നില്ല എന്ന് കാരണം പറയുന്നത് ഇപ്പൊ കോവിഡിന്റെ കാലഘട്ടമായതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ആളുകൾ വരാത്തതിന്റെ പേരിൽ ലോഡ്ജിലും മറ്റും ആളുകളില്ല. പക്ഷെ ഭരണസമിതിയുടെ ഒത്താശയോടുകൂടി ഈ ലോഡ്ജിലെ മാലിന്യങ്ങൾ ഒഴുകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നവര്. പരിശോധനയ്ക്ക് തയ്യാറുണ്ടോ? പോകാം. ഒരു കാര്യം പറഞ്ഞു, വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു, കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ വലിയ അഴിമതി ആരോപിക്കാനുണ്ട്. അല്ലല്ല പറയാം. കുടിവെള്ളത്തിന് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഇത്ര ലിറ്റർ വെള്ളം പ്രതിദിനം നമുക്ക് നൽകേണ്ടതുണ്ട്. ആ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം സ്വീകരിക്കാതെ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വെള്ളം സ്വീകരിച്ച് വാഹനം ഉപയോഗിച്ച് വിതരണം ചെയ്യുന്നു. ഇവര് പറയുന്ന കാരണം എന്താ? കുടിവെള്ളമല്ലേ എത്തിക്കേണ്ടേ? ആ എത്തിക്കേണ്ട ദൗത്യം നഗരസഭയ്ക്കാണ്. നഗരസഭയുടെ വാഹനമുണ്ട്. ഞാൻ പറയട്ടെ, നഗരസഭയുടെ വാഹനം അവിടെ കട്ടപ്പുറത്തിരിക്കുകയാണ്. എന്തിന്റെ പേരിൽ? ആ ടാങ്കിന് ചെറിയ ടാങ്കർ ലോറിക്കല്ല, ടാങ്കിന് ഒരു ചെറിയ പൊത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ആനയെ എഴുന്നള്ളിക്കാം. ആരോഗ്യപരമായ ആനയുണ്ട്. ആനയുടെ കൂടെ കൊണ്ടുപോകുന്ന തോട്ടിക്ക് ചെറിയ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ പോലെ ആനയെ എഴുന്നള്ളത്തിന് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു മിനിറ്റ് കൂടി പറയട്ടെ. സമയം കളയാനല്ല, അതിന് അഴിമതി എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കഴിഞ്ഞ കൗൺസിലിൽ പാസ്സാക്കിയത് 25 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപയാണ് സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തത്. നഗരസഭയ്ക്ക് ലഭ്യമാകേണ്ട കുടിവെള്ളം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നഗരസഭ ഏറ്റെടുത്ത് ഈ വാഹനം ഉപയോഗിച്ച് വിതരണം ചെയ്തു കഴിഞ്ഞാൽ ഈ പൈസ നഗരസഭയ്ക്ക് ലഭ്യമാക്കേണ്ടതല്ല. അല്ല, വാട്ടർ അതോറിറ്റിയുടെ വെള്ളം നമ്മൾ സ്വീകരിക്കുന്നില്ല. സ്വകാര്യ വ്യക്തിക്ക് കഴിഞ്ഞ ഒരു 6 മാസത്തേക്ക് മാത്രമായി 25 ലക്ഷം അനുവദിച്ചു. അതെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള എന്താ വെച്ചെങ്കില്, കൗൺസിലിനകത്ത് ഉന്നയിക്കപ്പെടാത്ത കാര്യങ്ങൾ ഒരു അഴിമതി പോലും ഇന്നവരെ കൗൺസിലിനകത്ത് ഉന്നയിക്കപ്പെട്ടു. ഇതുപോലെ ന്യായമായ ചർച്ചകൾ നടക്കുന്ന കൗൺസിലിനകത്ത് ഒരു തരത്തിലും ഒരു അഴിമതിയും ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നത് വസ്തുതപരം. ഈ യോഗത്തിനകത്ത് വന്നിരുന്ന ഈ ഇതിനകത്ത് ചർച്ചയ്ക്കകത്ത് വന്നിരുന്നിട്ട് അങ്ങനെയുണ്ട്, അഴിമതി ഇങ്ങനെയുണ്ട്, മറ്റേത് അങ്ങനെയുണ്ട് ചോദിക്കുമ്പോ എന്താ? അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു ഡാറ്റ വെച്ച് പറയണ്ടേ? അതൊന്നും പറയുന്നില്ല. അപ്പൊ ഡാറ്റ വെച്ച് അഴിമതി പറയുന്നു. എന്റെ സുഹൃത്ത്, അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തു. എനിക്ക് ഞാൻ മറുപടി പറയാം. ഒരു തർക്കമല്ലേ? ഒന്ന് പറയാനുവദിക്കണ്ടേ? പറയാനുവദിക്കുന്നതിന് പകരം ടാങ്കിന്റെ മുകളിൽ മൂട്ടത്തിൽ പോയിട്ടുണ്ട്, അവിടെ ഇതില്ലാത്ത രീതിയിൽ ഞാൻ ചുരുക്കി പറയാം. ഈ പറഞ്ഞ 2 പേര് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യതയോടുകൂടി മറുപടി പറയാൻ ഞങ്ങൾക്കൊരു തർക്കമില്ല. കാരണം എന്താ വെച്ചെങ്കിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവർ ആവർത്തിക്കുന്നത്. കുടിവെള്ള പദ്ധതിയിൽ ഒരു അഴിമതി ഇല്ല എന്ന് മാത്രമല്ല, എന്താണ് അഴിമതി എന്ന് വ്യക്തമാക്കാൻ പോലും ആന്റോന് പറ്റില്ല. ശോഭ, എന്റെ പ്രിയ സുഹൃത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം, വാട്ടർ അതോറിറ്റി തരുന്ന വെള്ളം സ്വീകരിക്കാതെ എന്തുകൊണ്ട് സ്വകാര്യ വ്യക്തികളെ സമീപിക്കുന്നു? അതിനുവേണ്ടി 25 ലക്ഷം ഒന്നുകൂടി. പിന്നെ ഇവര് പറയുന്ന മാലിന്യ പദ്ധതികളുടെ കാര്യം. മാലിന്യ പദ്ധതി ഗുരുവായൂർ നടപ്പിലാക്കിയത് ഈ 5 വർഷം കൊണ്ട് വിവിധമായ പദ്ധതികളാണ്. നിങ്ങൾ ഗുരുവായൂരിലൊന്ന് വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, കണ്ണായ സ്ഥലത്ത് കോടിക്കണക്കിന് രൂപ വരുന്ന സ്ഥലത്ത് ഈ മാലിന്യ പദ്ധതികൾ സ്ഥാപിച്ചുകൊണ്ട് അടച്ചിട്ടിരിക്കുക. ഞാൻ ഒന്ന് പറയട്ടെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞോട്ടെ, ചുരുക്കി പറയാം. ശബ്ദം മൂപ്പരുടെ ശബ്ദത്തിനനുസരിച്ചിട്ടുള്ളൂ, ആശയം വേണ്ടേ, ഡാറ്റ വേണ്ടേ? ഇതിലെ പ്രധാനമായിട്ടും 2 കൂട്ടരും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്.
അതിൽ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല. ഒന്നാമത് അതൊരു ഡാറ്റ വെച്ച് പറയുന്ന കാര്യങ്ങൾക്കേ മറുപടി പറയേണ്ടതായിട്ട് ഉള്ളൂ. മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, ക്യാമറ അങ്ങനെ മറ്റു സ്ഥലങ്ങളൊക്കെ പറഞ്ഞു, അതൊന്നും നമുക്ക് മറുപടി പറയാൻ ബാധ്യപ്പെട്ട സാധനങ്ങളല്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിച്ചത്, ശോഭയുടെ ഭാഗത്തു നിന്ന് സൂചിപ്പിച്ചത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ സംബന്ധിച്ചിട്ടാണ്. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ പ്രസാദ് പദ്ധതിയിൽ 46 കോടി രൂപ കിട്ടി എന്നാണ് പറഞ്ഞത്. അത് ദേവസ്വത്തിന് കൂടിയാണ്. ഞാൻ പറഞ്ഞോട്ടെ അത് ഗുരുവായൂർ നഗരസഭയ്ക്ക് 2 പദ്ധതികളാണ്. ഫെസിലിറ്റേഷൻ സെന്ററും അമ്യൂണിറ്റി സെന്ററും രണ്ടും സമയബന്ധിതമായി പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് അത് പൂർത്തീകരിക്കപ്പെട്ടു. എന്താ പ്രയോജനം ഒന്ന് പറയട്ടെ? എന്ത് പ്രയോജനം? പ്രയോജനം എന്ത്? 1 വർഷക്കാലം മുൻപ് പണി പൂർത്തീകരിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. അതൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. അത് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു തീർത്ഥാടന നഗരിക്ക് 3 നിലകളിലായിട്ട് പ്രാഥമികാരോഗ്യ പ്രശ്നങ്ങളും പ്രാഥമിക ആവശ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ വിശ്രമത്തിന് ഉപയോഗകരമായ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കി. മറ്റൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മാത്രമേ ഗുരുവായൂരിലെ വികസന സാധ്യതയായിട്ട് ഉണ്ടായിട്ടുള്ളൂ എന്നൊരു ആരോപണമാണ് ശോഭ ഉന്നയിക്കപ്പെട്ടത്. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയാനുള്ളത് അതല്ല. ഇപ്പം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട തിളക്കമാർന്ന നേട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞു, നിരവധി വികസന പ്രവർത്തനങ്ങളുടെ നേട്ടത്തെ സംബന്ധിച്ച് ഞാനിവിടെ സൂചിപ്പിച്ചു. ഇതൊക്കെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണോ? പദ്ധതി മാത്രമല്ല, വ്യത്യസ്തമായ രീതിയിൽ കേരളത്തിലെ തന്നെ നഗരസഭകൾക്ക് മാതൃകയാകുന്ന നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഒരു കാര്യം പ്രധാനമായിട്ട് കൂട്ടിച്ചേർത്ത് പറയാനുണ്ട്. അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൻ്റെ 50% തുകയാണ് കേന്ദ്ര ഗവൺമെന്റ് തരണത്. 30% തുക ഞാൻ പറഞ്ഞോട്ടെ 30% തുക കേരള സർക്കാരും 20% തുക നഗരസഭയുമാണ് നൽകുന്നത്. അപ്പൊ ആ കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നുള്ള ആ വാക്ക് തന്നെ അവിടെ നിൽക്കുകയാണ്. അത് സമാസമമായിട്ട് നിൽക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. മാത്രല്ല പറയട്ടെ, ഒന്ന് പറഞ്ഞോട്ടെ. ഇത് പറയാൻ വേണ്ടി വന്ന അപ്പൊ അവർക്ക് ബിൽ പറഞ്ഞ നരേന്ദ്രമോദി അങ്ങനെയാണോ? ഒരു സംശയമല്ല. ഞാനൊന്ന് പറയട്ടെ. സത്യത്തിൽ കേന്ദ്രം ഇപ്പോഴത്തെ തദ്ദേശങ്ങളെ അടിച്ചമർത്തുക. ഇവിടെ മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നു. അന്നത്തെ പദ്ധതികളുടെ വിഹിതം പരിശോധിച്ചു നോക്ക്. ഒരു മിനിറ്റ് ഞാൻ ചോദിക്കുന്നത്, അതായത് കേന്ദ്രത്തിന്റെ പദ്ധതികൾ ഇതില്ലേ അല്ല, ഒരു മിനിറ്റ്, കേന്ദ്രത്തിന്റെ അല്ല, എന്താ വെച്ചാൽ ഇതിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലെ തുക പരിശോധിച്ചു നോക്ക്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലെ കേന്ദ്ര ഫണ്ട് മാത്രം ആരും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അറിയാം 50, 30, 20 ആണെന്ന്. പക്ഷേ അല്ലാതെ ഞാൻ പറഞ്ഞില്ല. അല്ലല്ല പറയട്ടെ, മുഴുവൻ കോൺഗ്രസ് ഭരിക്കുമ്പോ ഇതിന്റെ കേന്ദ്രത്തിന്റെ 20 വർഷമായിട്ട് ഒരു പദ്ധതി ഞാൻ കാണില്ല. 20 വർഷമായിട്ട് ഒരു പദ്ധതി ഞാൻ കാണില്ല. അല്ലല്ല വൈശർമ്മ, ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ, ഇങ്ങനെ എന്ത് പദ്ധതി സംസ്ഥാന ഗവൺമെന്റിന്റെ ഗുരുവായൂരിന് കിട്ടി? ഇതേപോലെ വിഹിതം ഞാൻ പറയാം. ഇവിടെ കേന്ദ്ര പദ്ധതി മാത്രമാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഭരിക്കണേ? വിട്ടുകൊടുക്കോ? കേന്ദ്ര പദ്ധതി ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ഫെഡറൽ സംവിധാനത്തില് നമ്മളെ നിസ്സാരം ഒരാൾക്കൊരു പദ്ധതി കൊടുക്കുമ്പോൾ അയാളുടെ വിഹിതം നമ്മൾ വാങ്ങും. വെറുതെ മുഴുവൻ സൗജന്യമായിട്ട് എല്ലാം കൊടുക്കില്ല. സൗജന്യമായിട്ട് 46.14 കോടി രൂപ വികസനം പ്രസാദം പദ്ധതി വഴി ഗുരുവായൂരിന് കിട്ടിയിട്ടുണ്ട്. മുഴുവൻ കേന്ദ്ര ഫണ്ടാണ്. മുഴുവൻ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് എല്ലാ പദ്ധതിയും നടപ്പാക്കണമെങ്കിൽ ഗുരുവായൂർ നഗരസഭ എന്തിനാ LDF ഭരിക്കണേ? ഇവരുടെ വിഹിതം ഇവരെടുക്കണ? അല്ലല്ല ആയിക്കോട്ടെ, ഞാനതിനെതിരല്ല. ഒരാളെ വെച്ചിട്ട് ഈ പ്രസാദ് പദ്ധതിയുമായിട്ട് ഇന്ത്യ രാജ്യത്തിനകത്ത് തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഫണ്ട് കേരളം ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോ പ്രധാനമായിട്ടും കൊടുക്കുക ശബരിമല ഗുരുവായൂർ പോലത്തെ സ്ഥാനത്ത് തീർത്ഥാടന
കേന്ദ്രങ്ങൾക്ക് മാത്രമുള്ള പദ്ധതിയാണ്. സ്വാഭാവികമായിട്ടും ഗുരുവായൂര് പോലുള്ള നേരത്തെ ഞാൻ പറഞ്ഞു ഈ പദ്ധതിയുടെ പേരിൽ ഇവർ പറയുന്നു ഞങ്ങൾ 1-ാം സ്ഥാനത്തായിരുന്നു. ഞങ്ങൾ 1-ാം അമൃത് പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഗുരുവായൂർ നഗരസഭ ഞാൻ പറയട്ടെ 1-ാം സ്ഥാനത്തായിരുന്നു. ഒരു മിനിറ്റ്, 1-ാം സ്ഥാനത്ത് ഞങ്ങൾ പുറകോട്ട് പോയി. എങ്ങനെ പുറകോട്ട് പോയത്? പണമില്ല, നഗരസഭയുടെ കയ്യിൽ പണമില്ല. കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള ഫണ്ടിങ് റേറ്റ് പേഴ്സന്റേജ് കാരണം തന്നെ നഗരസഭയിൽ പണമില്ല. നഗരസഭ ഒന്ന് പറയട്ടെ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അമൃത് പദ്ധതി 1-ാം സ്ഥാനത്തെത്തി എന്ന് പറയുന്നത്, അമൃത് പദ്ധതി 1-ാം സ്ഥാനത്തെത്തി എന്ന് പറയുന്നത് ഫണ്ട് കൊടുത്തുകൊണ്ടാണ്. അതായത് ലേബർ സൊസൈറ്റിക്ക് അഡ്വാൻസ് ആയി തുക കൊടുത്തുകൊണ്ട് പ്രവർത്തനം നടത്താതെ എക്സ്പെൻഡിച്ചർ കാണിച്ചുകൊണ്ടാണ് 1-ാം സ്ഥാനത്തെത്തിയത്. പ്രവർത്തനം നടന്നിട്ടില്ല. ഇതൊന്നും യാഥാർത്ഥ്യമല്ല. ഞാൻ പറഞ്ഞത് എന്താ വെച്ചെങ്കില് യാഥാർത്ഥ്യമല്ല, സ്ഥാനാർത്ഥിയല്ല എന്നല്ല, യാഥാർത്ഥ്യമല്ല എന്നാണ്. ഇതിനകത്ത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ CSS എന്ന് പറയാം, അത്തരം പദ്ധതികൾ നിരവധി ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട്. അത് 80% കേന്ദ്രം ഫണ്ട് തരികയും 10% സംസ്ഥാനം തരികയും 10% തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പറയട്ടെ. അങ്ങനെയാണ് അതിന്റെ ഞാൻ പറയട്ടെ. ഈ കേരളത്തിലെ അമൃത് നഗരങ്ങളിൽ വെച്ച് 9 അമൃത് നഗരങ്ങളിൽ വെച്ച് ഏറ്റവും മികവുറ്റ ആസൂത്രണത്തോട് കൂടിയിട്ടാണ്. സാമ്പത്തിക വിഭവം കുറവായിട്ട് പോലും 20 ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ 204 കോടി രൂപയുടെ 20% നഗരസഭ ആസൂത്രണം ചെയ്യാൻ പോലും കഴിവില്ലെങ്കിൽ അത് അമൃത് പദ്ധതിയുടെ നിങ്ങൾക്കറിയാം പത്രക്കാർക്ക്. ആദ്യത്തെ കൗൺസിൽ ഇവരെന്താ പറഞ്ഞേ? വെറും 1 ലക്ഷം 2 ലാപ്ടോപ്പും പറഞ്ഞു. കൃത്യമായിട്ട് പദ്ധതി കൊടുക്കണം. പദ്ധതി കൊടുക്കാൻ എങ്ങനെ പൈസ വരും? ഫെഡറൽ സംവിധാനത്തിന് സംസ്ഥാന ഗവൺമെന്റ് വഴിയാണ് പദ്ധതികൾ കിട്ടണേ. അതറിയാത്തവരാണ് ഗുരുവായൂർ നഗരസഭ ഭരിക്കണേ. എന്നിട്ട് ഗുരുവായൂർ നഗരസഭ ചെയർമാനും പറഞ്ഞത് എന്താ? 1 ലക്ഷം 2 ലാപ്ടോപ്പ് പദ്ധതി സമർപ്പിക്കണം. പറയേണ്ടത്. കാരണം കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ അമൃത് പദ്ധതി നടപ്പിലാക്കിയ നഗരസഭയാണ് ഗുരുവായൂര്. നിങ്ങൾക്ക് വീടിന്റെ കാര്യത്തിൽ 1256 വീടുകള് ലൈഫ് PMAY പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകി. ഒരു മിനിറ്റ്, പറയട്ടെ. ഈ ലൈഫ് എന്ന് അതിൽ കൂട്ടിച്ചേർക്കണം എന്തിനാ? അതിന്റെ പേരിൽ ചേർക്കേണ്ടതില്ല. ഇതിനു മുമ്പും ഈ തരത്തിൽ ഞാനൊന്ന് പറയട്ടെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഭരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ പേരിൽ ഈ തരത്തിലുള്ള പദ്ധതികളുണ്ട്. ഒരുപാട് വീടുകൾ നമ്മുടെ ഗുരുവായൂരല്ല കേരളം ഒട്ടാകെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു പുതിയ പദ്ധതിയല്ല. അല്ലല്ല, ലൈഫിനോട് നമ്മൾ മോശമൊന്നുമല്ല, നമുക്ക് ലൈഫ് വേണം. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. ഇവര് പറയുന്നത് പറയട്ടെ, ഇപ്പൊ കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ 1200ഓളം വീടുകൾ കൊടുത്തു എന്ന് പറയും. എത്ര വീടുകൾക്ക് പൂർണ്ണമായി തുക അനുവദിച്ചു? ഇവിടെ നിങ്ങളൊന്ന് ഗുരുവായൂർ നഗരസഭയുടെ കവാടത്തിൽ വന്നു കഴിഞ്ഞാൽ തൊഴിലുറപ്പിന്റെയും ഭവന പദ്ധതിയുടെയും ഗഡുക്കൾ കിട്ടാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. 1256 വീട് 4-5 DPR-ലൂടെ കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വേറെ കാര്യം PMAY ലൈഫ് മിഷൻ പദ്ധതിയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നുള്ള രീതിയിൽ വർത്താനം പറഞ്ഞു. എത്ര രൂപയാണ് കൊടുക്കുന്നത്? സംസ്ഥാനത്തിന് വില കൊണ്ട് 1.5 ലക്ഷം രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത്. 4 ലക്ഷം രൂപയില് 1.5 ലക്ഷം രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ പദ്ധതി ആരാണിതാ? ഇതേ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയതാണ് SC ഭവന പദ്ധതി. ഗവൺമെന്റിന്റെ ലൈഫ് പദ്ധതി പ്രകാരം എത്ര വീടുകൾ ഇവിടെ കൊടുത്തു? സംസ്ഥാന ഗവൺമെന്റിന്റെ ലൈഫ് പദ്ധതിയും അതേപോലെ തന്നെ PMAY പദ്ധതി യോജിപ്പിച്ചതാണ്. PMAY ലൈഫ് മിഷൻ പദ്ധതി എന്നത് ആണ് സംസ്ഥാനം കൂടെയാണ്. പദ്ധതിയാണ് കേരളത്തില്. പറയട്ടെ, രണ്ട് പദ്ധതിയെ രണ്ടിന്റെ ഗുണങ്ങളും ഗുരുവായൂർ ജനങ്ങൾക്ക് കിട്ടില്ലേ? എന്തിനാ ഒന്നാക്കി? വേണ്ട
ഞാൻ മറുപടി മുഴുവൻ പറയാം. എല്ലാ ഇതേ കാലഘട്ടത്തിൽ SC വിഭാഗങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് തുക അനുവദിച്ചത് 3 ലക്ഷം രൂപയാ. എന്തുകൊണ്ട് അത് 4 ലക്ഷം ആക്കിയില്ല? ഞാൻ പറയട്ടെ വിനോദേട്ടാ, ഇന്ന് നഗരസഭയിൽ കയറി ഇറങ്ങുക 3 ലക്ഷം പോലും കിട്ടാതെ 3 ലക്ഷം രൂപ SC വിഭാഗത്തിന് ഈ ലൈഫ് എന്ന പദ്ധതി മാറ്റുമ്പോ ഈ പാവങ്ങൾക്കും 4 ലക്ഷം കിട്ടാനുള്ള നടപടി സ്വീകരിക്കില്ലേ? PMAY ലൈഫ് മിഷൻ പദ്ധതിയിലെ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ്. ഇത് സംശയമില്ലല്ലോ, ആർക്കും സംശയമില്ല. പിന്നെ അപ്പൊ അത്തരം 4 ലക്ഷവും 25,000 രൂപ ഈ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി 4.25 ലക്ഷം രൂപയാണ് നൽകുന്നത്. അത് എല്ലാവർക്കും നൽകി വരികയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളല്ലേ എങ്ങനെയാണ് ഈ പറയണതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പട്ടികജാതിക്കാർക്ക് ഉൾപ്പെടെ SC വിഭാഗങ്ങൾക്ക് ഉൾപ്പെടെ ഈ PMAY ലൈഫ് മിഷൻ പദ്ധതി വന്നതാണ്. അതേ പ്രകാരം തന്നെ SC ഭവന പദ്ധതി കൂടിയുണ്ട് നഗരസഭ നടപ്പിലാക്കിയത്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്ന കെട്ടിടങ്ങള് ഗുരുവായൂർ നഗരസഭയിൽ കെട്ടിടങ്ങള് ചട്ടം പാലിക്കാതെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. ഗുരുവായൂർ നടക്കുന്ന ഞാൻ പറയാം, ഉദാഹരണം പറയാം. ഗുരുവായൂരിൽ നിന്ന് നടക്കുന്ന കെട്ടിടങ്ങൾ ചട്ടം പാലിക്കുന്നില്ല. ചട്ടം പാലിക്കാതെ പണിയുടെ കെട്ടിടത്തിന് അത് പറയാം. 100 ദിവസങ്ങളോളം സമരം ചെയ്തു ആ പ്രദേശത്തുകാർ. എന്തിനു വേണ്ടിയിട്ട്? ഗുരുവായൂർ തൈക്കാട് ചട്ടം പാലിക്കാതെ കെട്ടിടം ബീവറേജ് കൊണ്ടുവന്നു. ചട്ടം പാലിക്കാതെ ബീവറേജ് കൊണ്ടുവന്ന വേണ്ട സമിതി അത് കുടിവെള്ളമല്ലേ കൊടുത്തത്? അല്ലല്ല, കുടിവെള്ളമല്ലേ കൊടുത്തത്? കുടിവെള്ളമല്ലേ കൊടുത്തത്? ഭവന പദ്ധതി എനിക്ക് പറയാനുള്ള 2 പദ്ധതിയുടെ ഗുണം ഗുരുവായൂർ ജനങ്ങൾക്ക് കിട്ടണം. ഒന്നാമത്തെ കാര്യം, ഇനി PMAY ലോൺ സ്കീം ഉണ്ട്. ലോൺ സ്കീം വഴി 2.5 ലക്ഷം കിട്ടുന്നുണ്ട്. അത് ആരാ കൊടുക്കണത്? ഇവരാരെങ്കിലും ആണോ? അതുവഴി എത്ര ഗുരുവായൂരിന് കിട്ടിയെന്ന് പറയാൻ വൈസ് ചെയർമാന് സാധിക്കുമോ? എത്ര പേർക്ക് PMAY ലോൺ സ്കീം ഉണ്ട്? വീടും സ്ഥലവും വാങ്ങാൻ എത്ര പേർക്ക്? അതിന്റെ ആനുകൂല്യം മുഴുവൻ കേന്ദ്ര ഗവൺമെന്റാ കൊടുക്കണേ. അത് ഇവര് പുറത്ത് പറയില്ല. PMAY ലൈഫും 2ആയിട്ട് നടപ്പാക്കണം. എങ്കിലേ 2ന്റെയും ഗുണങ്ങൾ ജനങ്ങൾ കിട്ടും. 2 ഒന്നാക്കിയിട്ട് നടപ്പാക്കൽ വേണ്ട. അത് മതി. ഒക്കെ കേന്ദ്ര ഫണ്ട് എടുക്കട്ടെ. ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് നടപ്പാക്കൽ മതി. എന്നോട് ചോദിക്കണ്ടോ? 1.5 ലക്ഷം രൂപ കൊണ്ട് കേരളത്തിൽ വീട് പണിയാൻ പറ്റില്ല എന്ന് നമുക്കൊക്കെ അറിയാലോ. അവർക്കറിയണ്ടാവില്ല. അത് പറഞ്ഞല്ലോ. 1.5 ലക്ഷം രൂപ കൊണ്ട് പണിയാൻ പറ്റില്ല. അവര് ഞങ്ങൾക്ക് പറഞ്ഞു തരില്ല. വോട്ടർമാര് വീട് പണിയാൻ പറ്റുമോ? ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലല്ലോ. വേണല്ലോ, അതിനല്ലേ പറയണം. പിന്നെ എന്തിനാ ഗുരുവായൂർ നഗരസഭയിൽ ജനങ്ങൾക്ക് പറഞ്ഞു തരണേ? ഇല്ല, സമയബന്ധിതമായിട്ട് നടപ്പാക്കിയിട്ടില്ല. അമൃത് പദ്ധതി ശാസ്ത്രീയമായിട്ട് കുറെ സ്ഥലത്ത് ഇവർ ഒഴിവാക്കി. അതെനിക്ക് പറയണ്ട്. അമൃതിന്റെ കാന ടെമ്പിൾ സർക്യൂട്ടിന് ഫുട്പാത്ത് കാന എന്ന് പറഞ്ഞെടുത്ത് CPMന്റെ കമേഴ്സ്യൽ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി പല സ്ഥലത്തും കാന ഇവർ ഒഴിവാക്കിയിട്ടുണ്ട് ടെമ്പിൾ സർക്യൂട്ടില്. അത് ശാസ്ത്രീയല്ല. ഈ വിവരം ഞാൻ കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. 2015 ഞങ്ങളുടെ കൗൺസിലിൽ വന്നതിന് ശേഷം മറുപടി പറയാം. 2015 വന്ന് നടപ്പാതെ പൊളിച്ചു. ഈ പദ്ധതിക്ക് ഒരു കാര്യം കൂടി സുഹൃത്തേന് മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതാണ് പെൻഷൻ മുടങ്ങി. പെൻഷൻ മുടങ്ങുന്ന സ്ഥിതി ഉണ്ടായിരിക്കില്ല. വിധവകളുടെ പെൻഷൻ മുടങ്ങിയതിന് മറുപടി പറഞ്ഞില്ല. വിധവകളുടെ പെൻഷൻ മുടങ്ങുന്ന രീതി. വിധവകളുടെ പെൻഷനിൽ അവിടെ ഒരു തട്ടിപ്പ് നടന്നിട്ടില്ല. പരാതി കോട്ടപ്പടി സഹകരണ ബാങ്കിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തതിന്റെ പേരില്ല. കോട്ടപ്പടി CPM ഭരിക്കുന്ന കോട്ടപ്പടി ബാങ്കിൽ ഒരാളെ സസ്പെൻഡ് ചെയ്തെന്തിനാ? നഗരസഭ. അല്ല
ഇത് നഗരസഭയാണ്. ഈ ഇവര് തയ്യാറാക്കി കൊടുക്കുന്ന ലിസ്റ്റ് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ തട്ടിപ്പ്. അല്ല, ഈ പണം മരിച്ചവരുടെ പണം എഴുതിയെടുത്ത് പോക്കറ്റിൽ വെക്കുക. നഗരസഭയോ നിങ്ങൾക്ക് പറയാലോ, ഇന്ന് ചോദിക്കല്ലേ ഇതിനെ പൊതുവെ സാമൂഹ്യ ക്ഷേമ പെൻഷന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പെൻഷൻ കൊടുക്കാതെ നിന്നിരുന്ന, അതായത് പെൻഷൻ കൊടുക്കാതെ നിന്നിരുന്ന ഒരു ഭരണ സംവിധാനം മാറി 1500 രൂപ 1400 രൂപ വരെ പെൻഷൻ കൊടുക്കുന്ന സമ്പ്രദായം വന്നിട്ടുണ്ട്. ആ പെൻഷൻ കൊടുക്കുന്ന സമ്പ്രദായത്തിനോടുള്ള വിമുഖതയാണ് ആനോടെ കൊണ്ട് ഇത്തരം കള്ളങ്ങൾ ആവർത്തിച്ച് പറയിപ്പിക്കുന്നത്. ഇതിനൊന്നും ഇതാ കൃത്യമായി പ്രതിഷേധിച്ചിട്ട് സമരം നടത്തിയ ആളുകളാ. അവിടെ പ്രതിഷേധിച്ചാൽ ഇവര് കൗൺസിൽ പിരിച്ചുവിടും. ഇല്ലെങ്കിൽ പറയട്ടെ, കൗൺസിൽ യോഗത്തിൽ വരുന്ന ആളുകളുണ്ട്, അതിൽ പറയാനുള്ള സാഹചര്യമില്ല. അഴിമതി അല്ലെങ്കിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പലരും അവിടെ കൗൺസിലിലേക്ക് വരുന്നതാണ്. എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അവര് പറയട്ടെ. കോൺഗ്രസ് ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. കൃത്യമായ നിലപാടായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതായത് പറയാം, ചോദ്യം ഞാൻ പറയാം. അതായത് ഇതിനകത്ത് ചോദ്യം അല്ല, അതൊക്കെ നിങ്ങളുടെ ആരോപണമാണ്. കൃത്യമായി അതിനകത്ത് 2-3 കക്ഷികളായി പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് അറിയാത്ത രീതിയിൽ കോൺഗ്രസ് അവിടെ മാറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ 20 തവണയായിട്ട് ഇടതുപക്ഷം നഗരസഭ ഭരിക്കുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിന് വികസന പ്രവർത്തനങ്ങൾ അവർ അവകാശപ്പെടുമ്പോൾ തന്നെ ഒരു സ്ഥിരം പ്രതിപക്ഷമായി കോൺഗ്രസ് വിമതശല്യമായി മാറും. സ്ഥിരമായിട്ട് പ്രതിപക്ഷമായിട്ട് മാറാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അല്ല, നിങ്ങൾ കഴിഞ്ഞ കൗൺസിലൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പ്രതിഷേധവും സമരവും നയിക്കുന്നുണ്ട്. അപ്പുറത്ത് കാണുന്ന സ്ഥിതി എന്താ? മുൻ ചെയർമാൻ ഭരണപക്ഷത്തിനെതിരാ, രണ്ടാമത്തെ ചെയർമാൻ ഭരണപക്ഷത്തിനെതിരാ, വൈസ് ചെയർമാനും മുൻ ചെയർമാന്മാരും തമ്മിൽ തർക്കം. നിങ്ങൾ കൗൺസിൽ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഞങ്ങളുടെ പ്രതിഷേധവും ജനങ്ങൾക്കുള്ള പൊതുവായി ഞാൻ പറയട്ടെ, പൊതുവായ ജനങ്ങളുടെ കാര്യത്തിൽ ശക്തമായ ഒരു കാര്യം പറയാം. ഒരുപാട് കാര്യമില്ല ഈ കാര്യത്തിലൊന്നും പറയട്ടെ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളാണോ മാറ്റിയത്? എന്തിനാണ് ആന്റോ തോമസിനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് മാറ്റിയത്? ഇത് കാര്യം പറയാം. ഞങ്ങളാണോ മാറ്റിയത്? അല്ല, ഇനി കൃത്യമായി മറുപടി തരാം. പാർട്ടിക്കുള്ളിലെ തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകും. അവിടെ എന്താ സ്ഥിതി? നിങ്ങൾ ഭരിക്കുന്ന, നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന നിങ്ങളുടെ ചെയർമാൻ ഇത് പറയട്ടെ, നിങ്ങളുടെ ചെയർമാൻ ചിലപ്പോൾ സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിക്കോട്ടെ. നിങ്ങളുടെ ചെയർമാൻ ഇന്ന് മത്സരിക്കുന്നുണ്ട്. 3 വർഷക്കാലം ഇടതുപക്ഷ ചെയർമാനാണെന്ന് പറഞ്ഞത് ഈ പുസ്തകത്തിനകത്ത് അടിച്ചു വെച്ച വളരെ മനോഹരമായ ചിത്രം അല്ലല്ല. ഈ ചിത്രത്തിലൊക്കെ അടിച്ചു വെച്ച ചെയർമാൻ എന്ന് പറയുന്നത് ഇന്നുകളുടെ കൂടെയല്ല മത്സരിക്കുന്നത്. 3 വർഷക്കാലം പിന്തുണ നൽകിക്കൊണ്ട് ഭരിച്ച ചെയർമാൻ, ഞങ്ങൾ പിന്തുണ നൽകി ചെയർമാൻ എന്ന് പറയുന്ന ഇവര് ഭരിക്കുന്ന LDF മുന്നണിയിലാവണ്ടേ? നിങ്ങൾ LDF മുന്നണിയിലെ അവരുടെ ഓരോ ഭരണം കയ്യാളാൻ വേണ്ടി എന്ത് തോന്നിയാസം ചെയ്ത് മുന്നോട്ട് പോകുന്ന LDF-നെതിരെയുള്ള തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. അതൊക്കെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. ഞാൻ ഇവിടെ കിട്ടിയ കേന്ദ്ര പദ്ധതി കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഉപകാരമാണ്. അത് നിങ്ങളെന്നല്ല പറയണ്ടേ? നിങ്ങളെങ്ങനെ പറയണു? പറയാൻ അവസരം തരൂ. നിങ്ങൾ സൈലന്റ് ആവുന്ന ഞാൻ പറയാം. ഇവിടെ മുഴുവൻ LDF-ന്റെ ഒപ്പം പറയാം. നിങ്ങളാരാ? ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടാണ് പല വാർഡിലും ജയിച്ചത്. നിങ്ങൾക്കറിയോ? കഴിഞ്ഞ പ്രാവശ്യം 7 വോട്ടിന് തോറ്റ സ്ഥലമുണ്ട് BJP, 13 വോട്ടിന് തോറ്റ സ്ഥലങ്ങളുണ്ട്. എങ്ങനെ? അപ്പൊ അതൊക്കെ ജനങ്ങളുടെ കയ്യിലാണ്. നിങ്ങളൊന്നും അത് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. പറയൂ. കേൾക്കില്ല. അടുത്ത 5 വർഷവും LDF-നെ ഏൽപ്പിക്കാൻ വേണ്ടി അവർ തയ്യാറായി നിൽക്കുന്നു. അവർക്ക് ഇതൊക്കെ കൃത്യമായിട്ട് അവിടെ കൃത്യമായിട്ട് അവർ അറിയാം. പ്രതീക്ഷ ഉണ്ടല്ലോ. ഒരു പ്രതീക്ഷയോട് കൂടിയല്ലേ ഒരു മുന്നണി നേടിയിരുന്നേ. എന്തായാലും ഞങ്ങൾക്ക് ഒരു 10 സീറ്റ് വരെ ഞങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പുണ്ട്. അല്ലല്ല, പറയൂ എന്താ ചോദിച്ചത്?
ആത്മവിശ്വാസം തോന്നാൻ പിന്നെ അത് നിങ്ങൾ പറയണ്ട, നമുക്ക് കാണാം. ഞാൻ ഇലക്ഷന് നിൽക്കണ്ടേ, നമുക്ക് കാണാം. സ്വന്തം സീറ്റല്ല, എത്ര സീറ്റ് കിട്ടും നമുക്ക് കാണാം. LDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 ഊഴവും LDF ആണ് വെച്ചത്. ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരിലെ ജനത LDF-നെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഭരണം ഏൽപ്പിച്ചത്. 5-ാം ഊഴവും LDF-നെ ഏൽപ്പിക്കും, അതും തിളക്കമാർന്ന വിജയം ഏൽപ്പിക്കും. കാരണം ഒറ്റ കാര്യം മുൻകൂട്ടി കയറുക, ഈ കൗൺസിൽ പടിയിറങ്ങുമ്പോൾ ഏറ്റവും വലിയ വികസന മുന്നേറ്റം നടത്തിയ കൗൺസിലാണെന്ന് ഒരു എതിർപ്പുമില്ലാതെ പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഒരു കാര്യം പറയാം, UDF ഒറ്റക്കെട്ടാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളൊക്കെ ആയി എല്ലാ ഘടകകക്ഷികളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മുന്നണി സംവിധാനത്തിലൂടെ സ്ഥാനാർത്ഥികളെ മുന്നോട്ട് പോകുന്നു. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് അതിനു മുമ്പ് മത്സരിച്ചിരുന്നു, കൗൺസിലറായി തുടർന്ന് വീണ്ടും മത്സരിച്ചു, മുൻ ചെയർമാൻ മത്സരിച്ചു. ഇവർ തീരുമാനിച്ചു ഞങ്ങൾക്ക് ഇനി ഭരണമില്ല, LDF-ന് ഭരണമില്ല എന്ന് തീരുമാനിച്ചു. ഒരാൾ പോലും മത്സരിക്കില്ല. ഇപ്പൊ നിലവിലെ കൗൺസിലർമാർ ആരും പോലും മത്സരിക്കുന്നില്ല. തീരുമാനിച്ചു. ഞങ്ങളൊരു കാര്യം പറയാം, മഹാഭൂരിപക്ഷത്തില് ഇവിടെ UDF-നെ കോൺഗ്രസിനെ അധികാരത്തിൽ കയറ്റും. ഇതിനൊരു ഒരു മറുപടി പറയാൻ മറുപടി പറയണല്ലോ എന്നെ സംബന്ധിച്ച് മറുപടി പറയാൻ വേണ്ടി പറയുക. സംബന്ധിച്ചിടത്തോളം തല പൊളിച്ച് സീറ്റിടണം. ഒരു മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെയും അതേപോലെ തന്നെ മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുക. വ്യക്തികളുടെ കാര്യമല്ല, മുന്നണിയുടെ പ്രസ് ഫോറത്തിന്റെ എല്ലാവരും ഭരണകക്ഷിയുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അഴുക്കുചാൽ പദ്ധതി മാസ്റ്റർ പ്ലാൻ 20 ആണാണ്. എന്തുകൊണ്ട് ചോദിക്കില്ല? എന്നോട് ചോദിക്കണ്ടല്ലോ. അഴുക്കുചാൽ പദ്ധതി 40 വർഷമായി ഇത് പറയാൻ കണ്ടിട്ട് പോലുമില്ല. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇവര് രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. ദിനം പ്രതി അപകടങ്ങൾ ഉണ്ടാവുക. ഒറ്റ കാര്യം ഈ ഇരിക്കുന്ന എല്ലാവരോടും പറയാനുള്ള, ഞാൻ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെയും കോടിക്കണക്കിന് രൂപ ടാക്സ് അടയ്ക്കുന്ന രൂപ മണ്ണിന്റെ അടിയിലായിട്ട് ഇപ്പോഴും ഒരു മറുപടി ഇല്ല. 40 വർഷമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അഴുക്കുചാൽ പദ്ധതി, അത് പൊളിഞ്ഞു എന്ന് പറയാൻ തയ്യാറാവണം. ജനങ്ങളോട് എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ. ഗുരുവായൂരിലെ അഴുക്കുചാൽ പദ്ധതി അതിന്റെ ആദ്യ സോണും അത് 3 സോണുകളായിട്ടാണ്. 3 സോണുകളാണ്. അതിൽ ആദ്യത്തെ സോണും 3ാമത്തെ സോണും പണി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്കകം അത് കമ്മീഷൻ ചെയ്യും. ഏറ്റവും നല്ല രീതിയിൽ 5 MLT ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയാവുന്ന പ്ലാന്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ കാലപ്പഴക്കത്തിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന എല്ലാം മാറ്റി പുതിയ പ്ലാന്റിൻ്റെ സംവിധാനം അത് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്കകം പൂർത്തീകരിക്കും. മന്ത്രി ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഗുരുവായൂരും തിരുവനന്തപുരത്തും നിരവധി യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ യോഗങ്ങളിൽ പങ്കെടുത്ത പത്രപ്രതിനിധികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. മനസ്സിലായ? കൃത്യമായിട്ട് ആ പദ്ധതി പൂർത്തീകരിക്കപ്പെടും. വെറുതെ ആശങ്ക ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യാണ്. ചർച്ചയിൽ ആൻഡ്രൂ തോമസ്, ഹരിനാരായണൻ, എല്ലാവർക്കും പ്രസ് ക്ലബിന്റെ പേരിൽ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. ആവേശകരമായ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്.